ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ അപ്ലൈഡ് ഫിസിക്സിൻ്റെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഈ ലൈവിലൂടെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ആ ഒരു എക്സാമിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആ ഫിസിക്സിൻ്റെ എക്സാം, അപ്ലൈഡ് ഫിസിക്സ് 1 എന്ന് പറയുന്ന എക്സാം എങ്ങനെയെങ്കിലും പാസ്സായിട്ട് കിട്ടണം. പാസ്സായി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നിന്നിട്ടായിരിക്കും ഈ ലൈവ് കിട്ടുക. ഇനിയിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കും വേണമെച്ചാൽ ഈ ഒരു ലൈവ് കണ്ടിട്ട് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവാനും പറ്റും. അപ്പം നാളത്തെ എക്സാം പാസ്സാവാനുള്ള ഒരു കളിയാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോണത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് പറയും. ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വരാവുന്ന ചില ക്വസ്റ്റ്യൻസും കൂടി ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് മാത്രം മതി നിങ്ങൾക്ക് നാളത്തേക്ക് അത് ചോദിക്കുകയാണെങ്കിൽ പാസ്സാവാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ എഴുതി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ലൈവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതല്ലാതെ മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുള്ള സിലബസിലുള്ള ക്വസ്റ്റ്യൻസ്, വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ടുണ്ട്. ഇതൊക്കെ MRH ഇ ലേണിംഗ് ആപ്പ് എന്നുള്ള പേരിൽ ഒരു ആപ്പിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ആപ്പ് വഴി ഇന്നലെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. 7 മണി മുതൽ 9 മണി വരെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് രാത്രി 7 മണിക്ക് മൂന്നാമത്തെ മൊഡ്യൂളും നാലാമത്തെ മൊഡ്യൂളും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മൊഡ്യൂളാണ് ഈ മൂന്നാമത്തെയും നാലാമത്തെയും മൊഡ്യൂൾ. അപ്പോൾ ഇത് രണ്ടും ഇന്ന് രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും, iOS ആണെങ്കിൽ, ആപ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് വേറെ ലിങ്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് അതുവഴി വീണ്ടും കിട്ടുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സസും ഫ്രീ മെറ്റീരിയൽസും ഫ്രീ വീഡിയോസും ഒക്കെ അതിലുണ്ട്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. മാക്സിമം മാർക്ക് 75 അറിയാലോ. നമുക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടേ? പാസ്സാവാൻ വേണ്ടിയിട്ട് ഒരു 30 മാർക്കേ വേണ്ടുള്ളൂ. ആ ഒരു 30 മാർക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ പിടിക്കാൻ പറ്റും ആ 30? നോക്കാം നമുക്ക്. ഇതെന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നവംബർ 2022 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോണേ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതേപോലെ വരാനുള്ള സാധ്യതയൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ അതൊക്കെ പണ്ടായിരുന്നു. പഴയ സിലബസിൽ 2015 സിലബസിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കുറച്ചധികം ടഫായിരുന്നു. ഇവിടെ എത്തിയപ്പോഴോ 2021 റിവിഷൻ ആയപ്പോൾ സിലബസ് കുറച്ചുകൂടി എളുപ്പമായി. പഠിക്കാനുള്ളതൊക്കെ നല്ല എളുപ്പത്തിൽ വന്ന്, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറി. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തിയറി നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെച്ചാലേ പറ്റുള്ളൂ. തിയറി ഉള്ളിൽ നല്ലോണം ഉണ്ടെങ്കിലേ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ വായിച്ച് പോകുന്ന സമയത്ത് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ടാവുക അല്ലേ? പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്, പാർട്ട് C ഉണ്ട്, പാർട്ട് C അല്ലേ? ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ആദ്യം പാർട്ട് C കേട്ടോ. ആദ്യം പാർട്ട് C ആൻസർ ചെയ്യുക, പിന്നെ പാർട്ട് B, പിന്നെ പാർട്ട് A. എന്തുകൊണ്ടാണ് ഈ പാർട്ട് A വില്ലനായി നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. പാർട്ട് A എന്ന് പറയുമ്പോൾ അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. കണ്ടോ, 9 × 1 9 മാർക്ക് അല്ലേ? 9 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ളത്. അല്ലെങ്കിൽ 9 മാർക്ക് ഇവിടുന്ന് കിട്ടാനുള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, കുറച്ച് പണിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ആ പണി എന്ന് പറയുന്നത്? എന്താ ആ പണി എന്ന് പറഞ്ഞാലേ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ തിയറി നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന്മേ കൂടുതൽ സമയം കളയണ്ട. അതാണ് പാർട്ട് C ആദ്യം ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞത്. പാർട്ട് Cയും പാർട്ട് Bയും നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ചിലതെങ്കിലും നിങ്ങൾക്ക് തൊടാൻ പറ്റും. അപ്പോൾ ഇതിന്മേ കൂടുതൽ സമയം നമുക്ക് കളയണ്ട. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാൻഡല ഈസ് ദ യൂണിറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ യൂണിറ്റും പഠിച്ചു വെക്കണം. കാൻഡല ഏതിൻ്റെ യൂണിറ്റാ? ഞാൻ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ നേരല്ല. ഏതിൻ്റെ യൂണിറ്റാ കാൻഡല? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിൻ്റെ യൂണിറ്റാണ് കാൻഡല.
ഇതൊക്കെ തന്നെയാണ് ചോദിക്കാൻ സാധ്യത. ഇവിടെ നിന്ന് വരാവുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയട്ടെ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താ എന്ന് വേണേൽ ചോദിക്കാം. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താന്ന് ചോദിക്കാം. എന്താ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ്? കെൽവിൻ ആണത്. ക്യാപിറ്റൽ K ആണ് സിമ്പിൾ. മനസ്സിലായ നിങ്ങൾക്ക്? അങ്ങനെയൊക്കെയാണ് ചോദ്യം എങ്ങനെയാണ് വരിക. അപ്പൊ ആ 7 എണ്ണം പഠിച്ചു വെക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? 7 ഫണ്ടമെന്റൽ ബാക്കി ഞാൻ എടുക്കുന്നില്ല. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും പഠിച്ചു വെക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ബോഡി ടു എനി ചേഞ്ച് ഇൻ ഇസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. ഒരു ബോഡി ഒന്നുകിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷനിലായിരിക്കും. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ അങ്ങനെ യൂണിഫോം മോഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ അവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് എന്ത് വിളിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ എന്ന്. ഓക്കെ, അപ്പൊ അത് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കയറി. മൊഡ്യൂൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയാൽ മതി. M2 എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ അനലോഗസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ എന്നാണ്. അനലോഗസ് എന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം പകരം വെക്കാൻ പറ്റുന്നത് എന്നാണ്. ലീനിയർ മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാധാരണ മോഷൻ. ആ സാധാരണ മോഷനിൽ നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചു. ആ ഫോഴ്സിന് പകരം വെക്കാൻ സർക്കുലർ മോഷനിൽ ആരാ ഉള്ളത് എന്നാണ് ചോദ്യം. സർക്കുലർ മോഷനിൽ എന്താ നമുക്ക് വേണ്ടത്? സർക്കുലർ മോഷൻ അല്ലേ, വട്ടത്തിലുള്ള കറക്കല്ലേ വേണ്ടേ? ആ വട്ടത്തിലുള്ള കറക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് അല്ല കൊടുക്കുക. അവിടെ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ ഫോഴ്സിന് പകരം വെക്കാൻ പറ്റുന്ന ആളാരാ? അത് ടോർക്കാണ്. അപ്പൊ ടോർക്ക് എന്ന് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അതിന്റെ കൂടെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. മാസിന്റെ അനലോഗസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് എന്നൊരു ചോദ്യം വന്നാലോ? ഇതേപോലെയുള്ള ചോദ്യം വരും എന്ന് മനസ്സിലായില്ലേ? മാസിന് പകരം വെക്കാൻ പറ്റുന്ന സർക്കുലർ മോഷനിലുള്ള ആളാരാണ് എന്ന് ചോദിച്ചാലോ? അപ്പൊ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട ആളാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. I എന്നാണ് നമ്മൾ അതിനെ കൊടുക്കുക. മാസിന് പകരം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആളാരാണ്? അതാണ് മൊമെന്റം എന്ന് എഴുതരുതിട്ട, തെറ്റുവേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നതാണ് മാസിന് പകരം വെക്കാൻ പറ്റുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി പറഞ്ഞാൽ ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് നമ്മൾ കാണിക്കുന്ന ഒരു സാധനമാണ് ഈ ആംഗുലാർ വെലോസിറ്റി. അപ്പൊ എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആംഗുലാർ വെലോസിറ്റി എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കേണ്ടത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ വെച്ച് പഠിക്കുക. ഒമേഗ ഇസ് ഈക്വൽ ടു θ/t എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ഇക്വേഷനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗുലാർ വെലോസിറ്റി എന്താണെന്നുള്ളത് കിട്ടും. ഇത് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആംഗിൾ. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ ഇതിന് ഡെഫിനിഷൻ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം എന്നാണ് ഇതിന് ഡെഫിനിഷൻ എഴുതുക. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, θ/t ആണ് ഇക്വേഷൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആയി. വേറെ ഒന്നും എഴുതണ്ട, ഒരു മാർക്കിനല്ലേ ചോദിച്ചേ, വേറെ ഒന്നും എഴുതണ്ട. ഇനി 5, റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഭൂമി എന്ന് പറയുന്ന സാധനം ഇതെന്താ? ഇത് ഭൂമിയാണ് കേട്ടോ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ ഒരു മാങ്ങ വീണ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു മാങ്ങ വീണ് കഴിഞ്ഞാൽ ഈ അട്രാക്ഷണൽ, ഇതെന്താ സാധനം? ഇത് മാംഗോ ആണേ. ഈ അട്രാക്ഷണൽ ഫോഴ്സ് കാരണം ആ മാംഗോ നേരെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അല്ലെ? ആ മാങ്ങ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണില്ലേ? അത് ഞെട്ടിമലല്ലായിരുന്നു ആദ്യം, അതിൽ നേരെ താഴത്തേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലേ? അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ കാരണം എന്താ? താഴേക്ക് ഒരു ഫോഴ്സ് കിട്ടിയില്ലേ? ഏതാണ് ആ ഫോഴ്സ്? ആ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ മാംഗോ ഫാളിങ് ഫ്രം എ ട്രീ. പോരെ? ഒരു മരത്തിൽ നിന്ന് ഒരു മാങ്ങ വീഴുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടുത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കാം. ഇവിടെ എഴുതണ്ടല്ലോ, സംഗതി നിങ്ങൾ എഴുതിക്കോളൂല്ലേ? ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്ലോവസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിന് പല മെത്തേഡുകളുണ്ട്, പല മോഡുകളുണ്ട്. അതിൽ ഏറ്റവും സ്ലോ മോഡ് ഏതാണെന്നാണ്. ഇപ്പൊ തൽക്കാലം അത് ഏതാന്ന് മാത്രം പഠിച്ചു വെക്കുക. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡുകൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ പഠിക്കാനുള്ളത് കൊണ്ട് ബാക്കി നമുക്ക് അന്നേരം പറയാം. കണ്ടക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡ് ഏതാണ്? കണ്ടക്ഷൻ. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ഓഡ് വൺ ഫ്രം ദ ഫോളോവിങ്. ഇവിടെ നിന്ന് ഓഡ് വൺ എന്ന് പറയുന്ന, ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഇതിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട ആളെ കണ്ടുപിടിക്കുക എന്നാണ്. സർഫസ് ടെൻഷൻ, ഇത് എത്രാമത്താണ്? ഇത് 4ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, വിസ്കോസിറ്റി, റിജിഡ് ബോഡി.
കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് അല്ല, ചിലത് നെയിമാണ്, ഒന്ന് നെയിമാണ്. അപ്പൊ എന്താണ് ഇത് എന്ന് മനസ്സിലാക്കിയാലേ ഇതിൽ പെടാത്തത് ഏതാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നോക്കിയേ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നതും കാപ്പിലാരിറ്റിയും വിസ്കോസിറ്റിയും ഒക്കെ ഫ്ലൂയിഡിന്റെ സ്വഭാവങ്ങളാണ്. അതിൽ പെടാത്തതാണ് ഈ റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ബോഡി, ആ ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്താലും അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യൂല എന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ബോഡിക്ക് ആ ബോഡി മൂവ് ചെയ്യും. മനസ്സിലായ? അപ്പൊ റിജിഡ് ബോഡി ഇതിൽ പെടൂലല്ലോ, റിജിഡ് ബോഡി കൂട്ടത്തിൽ പെടൂല. അപ്പൊ അതുകൊണ്ട് ഏതാണ് ഈ കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ, അത് റിജിഡ് ബോഡിയാണ്. അപ്പൊ അത് എഴുതിയാൽ മതി കേട്ടാ. വാട്ട് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്? ഇത് മനസ്സിലാവണമെങ്കിൽ കുറെ തിയറി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. തൽക്കാലം എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളത് മാത്രം ഡെഫിനിഷൻ മാത്രം പറഞ്ഞുതരാം. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ദ മാക്സിമം സ്ട്രെസ് എ ബോഡി ക്യാൻ വിത്ത്സ്റ്റാൻഡ്, എബോവ് വിച്ച് ബോഡി ഡസ് നോട്ട് ഷോ ഇലാസ്റ്റിസിറ്റി എന്നുകൂടി എഴുതി വെക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കാം. മാക്സിമം സ്ട്രെസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റിക് ലിമിറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്താ, ബോഡിയിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്താ, ബോഡി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം കാണിക്കൂല. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ മൊഡ്യൂളും എന്നാണ്. 4ാമത്തെ മൊഡ്യൂള് വളരെ നീളമുള്ളൊരു മൊഡ്യൂളാണ്, കുറെ പഠിക്കാനുണ്ട്. അതിൽ ഒരു ചാപ്റ്റർ അതിൽ വരുന്നുണ്ട്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ആകെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രേ ഉണ്ടാവുള്ളൂ. സ്റ്റോക്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട് അവിടെ. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് നമ്മുടെ ലൈവ് ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയാനുള്ള നേരമില്ല. അതൊക്കെ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൽ ക്ലാസ്സിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് നോക്കുക. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ FV എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു സാധനം. F എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. 6π∗RV ഇതാണ് ഇക്വേഷൻ. അതിൽ 6π എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണല്ലോ. ഈറ്റ എന്ന് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്ന ഒരു ടേമാണ്. വിസ്കോസിറ്റിയുടെ കോയിഫിഷ്യന്റ്, അതായത് ആ ഫ്ലൂയിഡ് എത്രത്തോളം കട്ടിയുള്ളതാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു ടേമാണ് ഈ ഈറ്റ, കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ R എന്ന് പറയുന്നത് ആ വിസ്കസ് ഫ്ലൂയിഡിലൂടെ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ റേഡിയസ് ആണ് R എന്ന് വെച്ചാൽ. V എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി. അപ്പോൾ ഇതാണ് സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ആ ഇക്വേഷനിലുള്ള ഒരു ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്ന ഈറ്റയാണ് അതിന്റെ ആൻസർ. അത് തൽക്കാലം അത് പഠിച്ചു വെക്കുക. വേറെ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി പാർട്ട് B ആണ് ഞാൻ പറയാൻ പോണേ. പാർട്ട് B കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഇവിടെ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സം ക്വാണ്ടിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ചില ക്വാണ്ടിറ്റീസിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് കിട്ടും. നെയിം ദീസ് ക്വാണ്ടിറ്റീസ്. ഏതാണ് ആ ക്വാണ്ടിറ്റി എന്നാണ് ചോദ്യം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റിനെ, ഒബ്റ്റൈൻഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം കിട്ടുന്നത് എന്നാണ്, കിട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒബ്റ്റൈൻഡ് എന്നുള്ളതിന് പകരം നമുക്ക് വേണേൽ വേറൊരു വേർഡ് ഉപയോഗിക്കാൻ പറ്റും. ഡിറൈവ് ചെയ്ത് വന്നത്, ഡിറൈവ്ഡ് എന്ന് വിളിക്കാലോ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ക്വാണ്ടിറ്റി എന്ന് വിളിക്കാലോ. അതാണ് അതിന്റെ ആൻസർ. ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി ഒരു മാർക്കായി. 2ാമത്തെ എന്താ? ബൈ വാട്ട് നെയിം ദ യൂണിറ്റ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആർ നോൺ. ഏത് പേരിലാണ് ഇതിന്റെ യൂണിറ്റ് അറിയപ്പെടുക? ഏത് പേരിലാ? ഡിറൈവ്ഡ് യൂണിറ്റ് എന്നുള്ള പേരിലാണ് അല്ലെ. ഡിറൈവ്ഡ് യൂണിറ്റ് എന്നുള്ള പേരിലാണ് അതിന്റെ യൂണിറ്റ് അറിയപ്പെടുക. ഇനി 3ാമത്തെ നോക്ക്. നെയിം എ ക്വാണ്ടിറ്റി ഓഫ് ദിസ് കൈൻഡ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഇത്തരത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ എഴുതുക, അയാളുടെ യൂണിറ്റ് എഴുതുക. ഞാനൊരു ക്വാണ്ടിറ്റി ഇവിടെ പറയട്ടെ, ഒരു സിമ്പിൾ ക്വാണ്ടിറ്റി ഇവിടെ പറയട്ടെ. ഏതാണത്? ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, ഇവിടെ ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, നീളമുണ്ട്, വീതി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. എങ്ങനെ ഏരിയ കിട്ടല്? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്യുമ്പോഴല്ലേ ഏരിയ കിട്ടല്. സിമ്പിൾ അല്ലേ? അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏരിയ എന്ന് എഴുതി കൊടുക്കുക. അതിന്റെ യൂണിറ്റ് എഴുതാൻ പറഞ്ഞാലോ, ഏരിയന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഏരിയന്റെ യൂണിറ്റ്. കിട്ടിയാ? ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. അതിന് ഞാൻ ടെക്സ്റ്റ് തുറക്കുകയാണ്. ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. ഇവിടെ കാണിച്ചിട്ടുള്ള സംഗതി എന്താണെന്നറിയോ? ഇത് ഓരോ മൊഡ്യൂൾസ് ആണ്. ഇത് 1ാമത്തെ മൊഡ്യൂള്, ഇത് 2ാമത്തെ മൊഡ്യൂള്, ഇത് 3ാമത്തെ മൊഡ്യൂള്, ഇത് 4ാമത്തെ മൊഡ്യൂള്. കണ്ടങ്ങള് കുറെ മൊഡ്യൂൾസ് ആണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്.
ഇവിടെ എന്താണെന്നറിയോ, ഡ്യൂറേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ മൊഡ്യൂളിന്റെ ടൈമാണ്, എത്രത്തോളം സമയം, എത്രത്തോളം ഹവേഴ്സ് അതിന് വേണമെന്നാണ്. ഇതിന്മേൽ നമുക്കൊരു കാര്യം കിട്ടും. എന്തായിരിക്കും എന്നറിയോ, മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം ചോദിക്കുക എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ മൊഡ്യൂളാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. പിന്നെയോ, പിന്നെ നാലാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പിന്നീട് വരുന്നത്. ഇതിൽ നിന്ന് ഈക്വൽ മാർക്കിനെ ചോദ്യം വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവേണ്ടത് നാലാമത്തെ മൊഡ്യൂളാണ്. പിന്നെ ഇവിടെ നിന്ന് രണ്ടിടത്തുനിന്നും ഒരേ തരത്തിലേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതിൽ തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാനാണ് എളുപ്പം. അതുകൊണ്ട് പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കുക ഒന്നാമത്തെ മൊഡ്യൂൾ, നാലാമതായിട്ട് നിങ്ങൾ രണ്ടാമത്തെ മൊഡ്യൂൾ പഠിക്കുക. അപ്പം ഞാൻ ആ ക്രമം എഴുതാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്, മൂന്നാമത്തെ മൊഡ്യൂൾ പഠിച്ചു വെക്കുക, പിന്നെ നാലാമത്തെ മൊഡ്യൂൾ പഠിച്ചു വെക്കുക, പിന്നെ ഒന്നാമത്തത് പഠിക്കുക, അവസാനം നിങ്ങൾ രണ്ടാമത്തെ മൊഡ്യൂൾ പഠിക്കുക. ഓക്കെ ആണോ? ഇനി ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്, റെയിൽവേ ട്രാക്കിൻ്റെ ബാങ്കിങ്. ആദ്യം ഇവിടെ നോക്കുക, ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു റെയിൽവേ ട്രാക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൂടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ട്രെയിനിന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവണം. ആ ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് വിളിക്കുക. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് കിട്ടുക? ട്രെയിനിന് ഒരു വീൽ ഉണ്ടായിരിക്കും. ആ വീലിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ വീലിൻ്റെ സൈഡ് ആ റെയിലിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. വീലിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീലിൻ്റെ ഫ്ലാഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗം റെയിലിൻ്റെ ഔട്ടർ റെയിലും ഇന്നർ റെയിലും ഉണ്ടാവും. ഔട്ടർ റെയിലും ഇന്നർ റെയിലും ഉണ്ടാവും. ഇതാണ് ഇന്നർ റെയിൽ, ഉള്ളിലുള്ളതാണ് ഇന്നർ റെയിൽ. ഇതാണ് ഔട്ടർ റെയിൽ, പുറത്തുള്ളതാണ് ഔട്ടർ റെയിൽ. ഔട്ടർ റെയിലിൻ്റെ സൈഡിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സാണ് ഇവിടെ ആവശ്യത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത് ആ ഫോഴ്സാണ്. ഈ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു 90 ഡിഗ്രിയിലുള്ള ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സൈഡ് ഓഫ് ദ ഔട്ടർ റെയിൽ. ഔട്ടർ റെയിലിന്റെ സൈഡ് അഗെയിൻസ്റ്റ് ദ ഫ്ലാഞ്ച് ഓഫ് ദ ഔട്ടർ വീൽ. ഔട്ടർ വീലിന്റെ ഫ്ലാഞ്ചിമ്മൽ കൊടുക്കുന്ന ഒരു ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ആയി മാറുന്നത്. ഇനി നമ്മൾ അത് പോരാതെ വരുമ്പോഴാണ് റെയിൽവേ ട്രാക്കിനെ ബാങ്ക് ചെയ്യുക. അങ്ങനെ റെയിൽവേ ട്രാക്കിനെ ബാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ റെയിൽ ഈസ് റൈസ്ഡ് എ ലിറ്റിൽ എബവ് ദ ഇന്നർ റെയിൽ. കുറേ ഒന്നുമല്ല ചെയ്യുക, നമ്മൾ റോഡ് ചെയ്യുന്ന പോലെ കുറേ ഒന്നും ചെയ്തു വെക്കൂല. ഔട്ടർ റെയിലിനെ ഇന്നർ റെയിലിനേക്കാൾ കുറച്ച് പൊന്തിച്ചു വെക്കും. അതെങ്ങനെയാണ്? ഇതാണ് ഔട്ടർ റെയിൽ, ഇതാണ് ഇന്നർ റെയിൽ. അപ്പൊ ഔട്ടർ റെയിലിനെ ഇന്നർ റെയിലിനേക്കാൾ കുറച്ച് ഹൈറ്റിലേക്ക് പൊന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറി? അത് ബാങ്കിങ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഔട്ടർ റെയിലും ഇന്നർ റെയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഡി എന്ന് വിളിക്കുന്ന ഈ ഒരു ടേം ഏതാണ്? ഇതാണ് രണ്ട് റെയിലുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇനി എസ് എന്ന് വിളിക്കുന്ന ഒരു ടേം ഇവിടെ ഉണ്ട്. ആ എസ് എന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്ന ടേമിലാണ് അടയാളപ്പെടുത്തുന്നത്. അത് എത്രത്തോളം ഹൈറ്റിലാണ് ഔട്ടർ റെയിൽ ഉള്ളത് എന്നുള്ളത് കാണിക്കണതാണ്. ഹൈറ്റ് ഓഫ് ഔട്ടർ റെയിൽ ഓവർ ഇന്നർ റെയിൽ, അതാണ് എസ്. ഓക്കെ ആണോ? ഇനി ഒരു ഡെറിവേഷൻ ആണ്, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഡെറിവേഷൻ ഒന്നും എഴുതി വെക്കണ്ട. പകരം പറ്റുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. എസ് സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി. അതിൽ വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ഡി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. ആർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ആർ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കാണിച്ചില്ലേ, ഇങ്ങനെ ഒരു കർവ്, ഒരു വളവുണ്ട് എന്ന് കാണിച്ചില്ലേ, ആ വളവിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. ഇനി ജി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജി എന്ന് പറയുന്ന ഒരു ആവറേജ് വാല്യൂ ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരാളാണ് ഈ ജി. ജിക്ക് ഒരു ആവറേജ് വാല്യൂ ഉണ്ട്, 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ജിന്റെ ആവറേജ് വാല്യൂ. ഇത്രയും കാര്യങ്ങൾ ആണ് ഉള്ളത്. അതിലെല്ലാം കൂടി വാരി വലിച്ച് എഴുതി വെക്കണ്ട, 3 മാർക്കിനുള്ളത് മതി ട്ടാ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ അങ്ങനെ? ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ യു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, നേരിട്ട് ചോദിക്കുന്നതല്ല. കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാലാണ് ഈ മൂന്നാമത്തെ കള്ളി. ഈ കള്ളിയിൽ യു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത്, അല്ലാതെ നേരിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. 2 സബ്സ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 2 സബ്സ്റ്റൻസുകൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, 2 ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്.
Two substances A and B supplied with the same amount of heat for the same time. രണ്ടിനെയും ഒരേ സമയത്തേക്ക് ഹീറ്റ് ചെയ്യാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനെയും ഒരേ സമയത്തേക്ക് ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്താണ്ടായത്? ദ ടെമ്പറേച്ചർ ഓഫ് ബി ഷോസ് മോർ ദാൻ ദാറ്റ് ഓഫ് എ. ബിന്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ടാണ് കാണിച്ചത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ആയിക്കോട്ടെ. വിച്ച് സബ്സ്റ്റൻസ് ഹാവ് എ ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ്? ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് എന്നാണ് ചോദ്യം. ഗിവ് റീസൺ, എന്തുകൊണ്ട് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. രണ്ട് ഭാഗമുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് ഭാഗം ആൻസർ ചെയ്യണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ തിയറി നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ ആദ്യം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിങ്ങൾ എടുത്തു, എന്നിട്ട് അതിനെ നിങ്ങൾ ചൂടാക്കി. എന്താ ചെയ്തത്? അതിനെ നിങ്ങൾ ഹീറ്റ് കൊടുത്തു, ചൂടാക്കിയാൽ അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും എന്നറിയാലോ. അതിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ റൈസ് ചെയ്തു. എത്ര റൈസ് ചെയ്തത്? 1 കെൽവിൻ റൈസ് ചെയ്തു. ഇപ്പോൾ ഒരു 310 കെൽവിനിൽ നിന്ന് അത് 311 കെൽവിനായി. അപ്പോൾ 1 കെൽവിനല്ലേ റൈസ് ചെയ്തത്. അങ്ങനെ ടെമ്പറേച്ചർ 1 കെൽവിൻ റൈസ് ചെയ്തു. അതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കിയ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സി എന്ന് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചറിനെ 1 കെൽവിൻ റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിന്റെ അളവാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് പെട്ടെന്ന് ചൂടാവുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അത് ചൂടാവും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അത് മെല്ലെ ചൂടാവുള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ ഓഫ് ബി ഷോസ് മോർ ദാൻ ദാറ്റ് ഓഫ് എ എന്നല്ലേ? ബിന്റെ ടെമ്പറേച്ചർ കൂടി എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെയാകാരം? ബിക്ക് വളരെ കുറവായിരിക്കും. വിച്ച് സബ്സ്റ്റൻസ് ഹാവ് ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എക്കാണ് കൂടിയ സ്പെസിഫിക് ഹീറ്റ് ഉണ്ടാവുക. മനസ്സിലായോ? എന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എ മെല്ലെ മാത്രം ചൂടായിട്ടുള്ളത്. ഗിവ് റീസൺ അങ്ങനെ എഴുതി വെച്ചാൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബി. എന്താണ് അതിന്റെ കാരണം? വെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഹൈ, ദ സബ്സ്റ്റൻസ് വിൽ ഹീറ്റ് അപ്പ് അല്ലെങ്കിൽ വിൽ ഇൻക്രീസ് ഇറ്റ്സ് ടെമ്പറേച്ചർ വെരി സ്ലോലി. അങ്ങനെ എഴുതി വെച്ചാൽ മതി. നിങ്ങളുടേതായ ഇംഗ്ലീഷിൽ എഴുതാം, കാരണം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. സംഗതി മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റ് ആൻസർ എഴുതിയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. കറക്റ്റ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കിട്ട. തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാമത്തെ എന്താണ്? പൈറോമീറ്റർ ഈസ് എ കോണ്ടാക്ട് തെർമോമീറ്റർ. തെറ്റല്ലേ? പൈറോമീറ്റർ ഏത് ടൈപ്പ് തെർമോമീറ്ററാ? പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്ട് ആണ്. നോൺ കോണ്ടാക്ട്. ഈ നോൺ കോണ്ടാക്ട് എന്ന് മാത്രം എഴുതി വെക്കരുത് കേട്ടാ. ഇങ്ങനെ ഫുൾ എഴുതുക. പൈറോമീറ്റർ ഈസ് എ നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ എന്ന് എഴുതി വെക്കുക. ഇനി രണ്ടാമത് മെർക്കുറി തെർമോമീറ്റർ ഈസ് എ ഗ്യാസ് തെർമോമീറ്റർ. അത് തെറ്റല്ലേ? സംഭവം തെറ്റല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ, മെർക്കുറി എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താ? അത് ലിക്വിഡ് മെറ്റലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗ്യാസ് തെർമോമീറ്റർ അല്ല. അത് എങ്ങനത്തെ ടൈപ്പ് തെർമോമീറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പഠിക്കാം. അത് ലിക്വിഡ് ഇൻ ഗ്ലാസ് എന്ന് വിളിക്കുന്ന ടൈപ്പ് തെർമോമീറ്റർ ആണ്. ലിക്വിഡ് ഇൻ ഗ്ലാസ്, ഗ്ലാസിന്റെ ഉള്ളിൽ ലിക്വിഡ് എന്ന് വിളിക്കുന്ന ടൈപ്പ് തെർമോമീറ്റർ ആണ് ഈ മെർക്കുറി തെർമോമീറ്റർ. പഠിക്കാണ്ട്, നമുക്ക് പഠിക്കാം. ഇനി മൂന്നാമത്തത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ സി ക്യാൻ ബി കൺവേർട്ടഡ് ടു കെൽവിൻ സ്കെയില് ബൈ സബ്ട്രാക്ടിങ് 273. ഇതെങ്ങനെ എഴുതുക? എന്താ ഇവിടെ ഈ പറഞ്ഞത്? കെൽവിനിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കിട്ടണം. ഏതിനെ മാറ്റണം? സെൽഷ്യസിലുള്ളതിനെ മാറ്റണമെങ്കിൽ നിങ്ങൾ സെൽഷ്യസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറക്കുക എന്നല്ലേ? അപ്പൊ സി മൈനസ് 273 ചെയ്താൽ നിങ്ങൾക്ക് കെൽവിൻ കിട്ടുന്ന പറയണത്. ശരിയാ? തെറ്റല്ലേ? അത് തെറ്റാണ്. എങ്ങനെയാ നിങ്ങൾക്ക് കെൽവിനിലെ ടെമ്പറേച്ചർ കിട്ടുക എന്ന് പഠിച്ചു വെക്കുക. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. എങ്ങനെ കിട്ടുക? സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിന്റെ കൂടെ 273 കൂട്ടിയാൽ മതി. ഇതാണ് നിങ്ങളുടെ ആൻസർ. അപ്പൊ എന്താ നിങ്ങൾ എഴുതേണ്ടത്? സബ്ട്രാക്ടിങ് എന്നുള്ളതിന് പകരം നിങ്ങൾ എഴുതി കൊടുക്കുക, ആഡിങ് എന്ന് എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? വെറുതെ ആഡിങ് മാത്രം എഴുതി ആൻസർ എഴുതിയാണ് ഇങ്ങനെ വെച്ച് പോരരുതിട്ട. മുഴുവൻ എഴുതണം. ബൈ ആഡിങ്
273 ആഡ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള എഴുതിയേക്കണം കേട്ടോ. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിന്റെ 2 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രാമത്തെ മൊഡ്യൂളാണത്? 3ാമത്തെ മൊഡ്യൂളാണ്. 3ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഒന്ന് കാണാൻ പോയിട്ട് തെർമൽ കണ്ടക്ടിവിറ്റി ഒന്ന് കണ്ടുനോക്കാം. എവിടെ? അവസാനത്തെ ചാപ്റ്ററാണ് തെർമൽ കണ്ടക്ടിവിറ്റി. എവിടെ തെർമൽ കണ്ടക്ടിവിറ്റി? ദാ കാണുന്നു തെർമൽ കണ്ടക്ടിവിറ്റി. കണ്ടക്ഷൻ പഠിച്ചതിന്റെ ശേഷം വരുന്ന സാധനമാണ് ഈ തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് ജസ്റ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംഗതി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഇവിടെ ചോദ്യം. തെർമൽ കണ്ടക്ടിവിറ്റിയിൽ 1ാമത്തെ അപ്ലിക്കേഷൻ ഇതാണ്. 2 അപ്ലിക്കേഷനെ ചോദിച്ചിട്ടുള്ളൂ. കുക്കിംഗ് പോട്ട്സ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. മെറ്റൽ കൊണ്ടാണ് കുക്കിംഗ് പോട്ട് ഉണ്ടാക്കുക, കുക്ക് ചെയ്യാനുള്ള പോട്ട്. ആൻഡ് ദെയർ ഹാൻഡിൽസ് ആർ മെയ്ഡ് ഓഫ് വുഡ്. അതിന്റെ ഹാൻഡിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? വുഡ് കൊണ്ട് ഉണ്ടാക്കുക. എന്തുകൊണ്ടാ? മെറ്റൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിന്റെ നല്ല കണ്ടക്ടറാണ് മെറ്റലേ. വുഡ് എന്ന് പറഞ്ഞാലോ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ വളരെ മോശപ്പെട്ട കണ്ടക്ടറാണ് ഈ വുഡ് എന്ന് പറയുന്ന സാധനം. മെറ്റൽ നല്ല ഗുഡാണ്. മെറ്റൽ ഗുഡ്, വുഡ് ബാഡ്. മനസ്സിലായോ? മാറിപ്പോരുന്നിട്ടാ നന്നായിട്ട്. ഇനി 2ാമത്തത് വേണ്ട, 3ാമത്തെ വേണം എഴുതിക്കോ. ഹോളോ ബ്രിക്ക് വാൾസ് ആർ കൂളർ ദാൻ കോൺക്രീറ്റ് വാൾസ്. ഹോളോ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ വാളേ അത് ഉള്ളിൽ എയർ ആയിരിക്കുമല്ലോ നിൽക്കുക, അപ്പൊ അത് കുറച്ച് കൂളറായിക്കാരം, നല്ല തണുപ്പേക്കാരം. അത് കോൺക്രീറ്റ് കൊണ്ട് വാളുണ്ടാക്കിയാൽ ഭയങ്കര ചൂടായിക്കാരം. കാരണം എന്താ? കോൺക്രീറ്റ് കണ്ടക്ട് മോർ ഹീറ്റ് ടു ഇൻസൈഡ്. കോൺക്രീറ്റ് കുറെ ചൂടിന് ഉള്ളിലേക്ക് കടത്തിവിടും, അതുകൊണ്ടാണ്. ഇനി വേണച്ചാ ഒന്നുകൂടി പഠിച്ചു വെച്ചോ. ഐസ് ഈസ് പാക്ക്ഡ് ഇൻ തെർമോകോൾ ബോക്സ്. ഐസ് എന്ത് ബോക്സിലാണ് പാക്ക് ചെയ്യല്? തെർമോകോൾ ബോക്സിലാണ് പാക്ക് ചെയ്യല്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ തെർമോകോൾ എന്ന് പറയുന്നത് ഒരു ബാഡ് കണ്ടക്ടറാണ്. ഹീറ്റിനെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യൂല. അതുകൊണ്ട് ഇറ്റ് പ്രിവെന്റ് ഹീറ്റ് ലോസ്. ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സോ ഐസ് ഡു നോട്ട് മെൽറ്റ്. ഐസ് മെൽറ്റ് ആവില്ല. ഓക്കെ, ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. പഠിച്ചു വെക്കട്ടെ മക്കളെ. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പൊട്ടൻഷ്യൽ എനർജി, ഗിവ് ആൻ എക്സാമ്പിൾ. ഈ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് അതിന് ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക എന്നാണ്. എത്രാമത്തെ മൊഡ്യൂളാണ് അത്? 3ാമത്തെ മൊഡ്യൂളാണ്. 3ാമത്തെ മൊഡ്യൂളിൽ അതും പഠിക്കാൻ, നമുക്ക് എനർജിനെ പറ്റിയും പഠിക്കാനുണ്ട്. വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിനെ പറ്റി പഠിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താ എനർജി പറഞ്ഞാല്? എവിടെ എനർജി? ഇതാ എനർജി. എനർജി എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഡു വർക്കാണ്. വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി എന്ന്. അതിന്റെ യൂണിറ്റ് ജൂളാണ്. കാരണം വർക്ക് തന്നെയാണ് എനർജി ട്ടാ. അപ്പൊ അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് ജൂൾ തന്നെ. ടൈപ്സ് ഓഫ് എനർജിയിൽ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അറിയോ? ഇനിയിപ്പോ കഴിഞ്ഞ എക്സാമിന് പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു, ഈ എക്സാമിന് ചിലപ്പോൾ കൈനറ്റിക് എനർജി ചോദിച്ചാലോ? ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് അറിയില്ല നമ്മള്. അതേമാതിരി. അപ്പൊ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ടയർ വേണ്ടേ? അപ്പൊ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇതെന്താ സംഭവം? ഇത് മോഷനാണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. ദ എനർജി ഡ്യൂ ടു മോഷൻ. ചലനം കാരണമുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. എക്സാമ്പിൾ എന്താ? എ മൂവിങ് വെഹിക്കിൾ ഹാസ് കൈനറ്റിക് എനർജി. ഒരു വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. എന്താണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ? K = ½ mv². അതാണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. ഓക്കെ ആണോ? ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ കാണിക്കുക. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കോ. ഇതാണ് ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. m മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു തട്ട്. ആ തട്ടും പുറത്തേക്ക് ഞാൻ ഈ സാധനത്തിനെ കയറ്റി വെച്ച്, വെറുതെ ചുമ്മാ ഒരു രസത്തിന് കയറ്റി വെച്ച്. എന്താ ഞാൻ ഇവിടെ ചെയ്തത്? ഞാൻ അവിടെ ഒരു വർക്ക് ചെയ്തില്ലേ? ഞാൻ ആ ചെയ്ത വർക്ക് ഈ സാധനത്തിന്റെ, ഈ വസ്തുവിന്റെ ഉള്ളിലെ ഒരു എനർജി ആയിട്ട് അങ്ങ് കയറിക്കൂടും, സ്റ്റോർ ചെയ്യും. ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ആ എനർജി ഏതാണ്? എനർജി അതിനെ E എന്നല്ല നമ്മൾ എഴുതല്. എനർജിന്റെ E എന്നല്ല നമ്മൾ എഴുതലതിനെ. അതിനെഴുതൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിന്റെ U എന്നാണ്. U എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജി എന്നായി ട്ടാ. മനസ്സിലായോ? അപ്പൊ ഒരു വസ്തുവിനെ നമ്മളൊരു ഹൈറ്റിലേക്ക് കയറ്റി വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും അത്. അപ്പൊ എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താ പറയാ? എനർജി ഡ്യൂ ടു പൊസിഷൻ കാരണം ഉണ്ടാവുന്ന എനർജി. ഇനി അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഉണ്ട് പൊട്ടൻഷ്യൽ എനർജിക്ക്. ഇതെന്താ സാധനം എന്നറിയോ? ഇതൊരു വില്ലാണ്. വില്ല് എന്ന് പറഞ്ഞാൽ ഈ അമ്പും വില്ലും ഇല്ലേ, അതിലത്തെ വില്ല്. ഇനി അതിൽ നമ്മൾ ഇതാ ഒരു അമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ വലിച്ചു നിർത്തി. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഒരു ഷേപ്പ് ചേഞ്ച് സംഭവിച്ചില്ലേ? ഒരു ഷേപ്പ് മാറിയില്ല ഇവിടെ.
ആ ഷേപ്പ് ചേഞ്ച് കാരണം ഇവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യും ഇതിൽ. ആ എനർജിയും പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. അതുകൊണ്ട് ഷേപ്പ് ചേഞ്ചിനെ നമ്മൾ വേറൊരു നല്ല പേരിട്ട് വിളിക്കലുണ്ട്. പലപ്പോഴും നമുക്ക് നല്ല പേര് വേണ്ടി വരില്ലേ. ഇപ്പോൾ ഷേപ്പ് ചേഞ്ച് നിങ്ങൾ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ശരി തന്നെ ആവും. അത് അതിൻ്റെ നല്ല പേരാണ് കോൺഫിഗറേഷൻ. അപ്പോൾ എനർജി ഡ്യൂ ടു പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി എന്ന് എഴുതിയാൽ പൊട്ടൻഷ്യൽ എനർജി ആയി. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഒന്നാമത്തെ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ഡൺ ടു റൈസ് എ ബോഡി ടു എ ഹൈറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ? രണ്ടാമത്തത് ഞാൻ കാണിച്ചു തന്നില്ലേ, വെൻ ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചരട് അല്ലെങ്കിൽ ഞാണ് എന്നൊക്കെ പറയും. അമ്പിന്റെ വില്ലിന്റെ കേസിൽ ഞാണെന്നാ പറയല്ലേ, അതിന് ഞാണൊലി എന്നൊക്കെ കേട്ട് ഞങ്ങൾ മലയാളം പഠിക്കണേ. വെൻ ദ സ്ട്രിങ് ഓഫ് ദ ബോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് ഈസ് പുൾഡ് ബാക്ക്വേർഡ്സ്. അങ്ങനെ സ്ട്രിങ് അങ്ങനെ വലിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എനർജി ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ബോ. അപ്പോൾ ആ വില്ലിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി യൂസ് ചെയ്യും. ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. മൂന്നാമത്തത് വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്. ഒരു ഹൈറ്റിലെ വാട്ടർ ടാങ്കിലെ, ഇത് വാട്ടർ ടാങ്കാണെന്ന് വിചാരിച്ചോ, ഇതാണ് ടാങ്ക് എന്ന് വിചാരിച്ചോ. ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന എനർജി ഏത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. എല്ലാം കൂടി എഴുതിയേക്കണ്ട, ഒറ്റ എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇക്വേഷൻ എഴുതിയേക്കണം. പക്ഷേ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ആണ് mgh. മറക്കരുത് കേട്ടാ, ഇക്വേഷൻ ആണ് എന്ത്? mgh. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ആണ്. നമുക്ക് അടുത്ത് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് 2 മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ്, 2 വഴികൾ പറയുക എന്നാണ്. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് 2 വഴികൾ. എന്താ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ വഴി? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. എത്രാമത്തെ മൊഡ്യൂളാണ്? ഈ മൊഡ്യൂൾ തന്നെ, 3ാമത്തെ മൊഡ്യൂൾ തന്നെ. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പണികൾ എന്താണെന്നുള്ളത് ഇവിടെ കാണാം. ഇവിടെ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തത് ലൂബ്രിക്കേഷൻ ആണ്. അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുക? 2 സർഫസ് ഉണ്ടെങ്കിൽ ആ 2 സർഫസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന റഫ്നെസ് കാരണമാണല്ലോ ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇത് ഒന്നാമത്തെ സർഫസ്, ഇത് രണ്ടാമത്തെ സർഫസ്. ഈ സർഫസുകളുടെ ഇടയിലേക്ക് നമ്മളൊരു ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡ് ആഡ് ചെയ്താൽ മതി. ഹൈ വിസ്കസ്, അതായത് നല്ല കട്ടിയുള്ള ലൂബ്രിക്കന്റ് ഫ്ലൂയിഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ സർഫസസ്. അപ്പൊ എന്ത് സംഭവിക്കും? ലൂബ്രിക്കന്റ് ഫിൽസ് ദ ഇറഗുലാരിറ്റീസ്. ആ കുണ്ടുകുഴിയൊക്കെ ലൂബ്രിക്കന്റ് കൊണ്ടാണ് ഫിൽ ആയിക്കോളും. ആൻഡ് ദ ഫ്രിക്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഫ്രിക്ഷൻ കുറഞ്ഞോളും. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓയിൽ, ഗ്രീസ്, മിനറൽ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഇതൊക്കെ പറ്റും. ഇതൊരു വട്ടം 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് പണ്ട്. ലൈറ്റ് മെഷീനിൽ എന്താ ഉപയോഗിക്കല്? ഓയിലാണ് ഉപയോഗിക്കല്. ഹെവി മെഷീനിൽ എന്താ ഉപയോഗിക്കല്? ഗ്രീസ്. ഈ ഓട്ടോമൊബൈൽസ് ഒക്കെ, വണ്ടികളൊക്കെ. വെരി ഹെവി മെഷീൻ ആണെങ്കിലോ ഗ്രാഫൈറ്റ്, സോളിഡ് ലൂബ്രിക്കന്റ്. ഇതിമെന്ന് 1 മാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിമെന്ന് ഒരു മാർക്ക് ചോദ്യം ഒരു സാധ്യത ഇല്ലേ? ഏതാണ് സോളിഡ് ലൂബ്രിക്കന്റ് എന്നുള്ളൊരു ചോദ്യം 1 മാർക്ക് വന്നൂടെ? പഠിച്ചേക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാ? പോളിഷിംഗ് ഓഫ് റഫ് സർഫസ്. റഫായിട്ടുള്ള സർഫസിന് എന്ത് ചെയ്യുക? പോളിഷ് ചെയ്യുക. എന്തുകൊണ്ടാണ് പോളിഷ് ചെയ്യല്? ഒരു ഹാർഡ് മെറ്റീരിയൽ കൊണ്ട്. യൂസിങ് എ ഹാർഡ് മെറ്റീരിയൽ, ഇറഗുലാരിറ്റീസ്, അതായത് ആ പരുക്കത്തരം ആർ റിമൂവ്ഡ് ഫ്രം ദ സർഫസ്. സർഫസിൽ നിന്ന് വരച്ച് കളയുക. എക്സാമ്പിൾ സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പറില്ലേ? സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് വരച്ച് കളയുക. മൂന്നാമത്തെ ഞാൻ പറയണില്ല, 2 മതിയില്ലേ? ഓക്കെ. ഇനി മാച്ച് ദ ഫോളോവിങ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? ഇത് യു ആണ് സാധനം. യു എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെവലാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം തിയറി പഠിച്ചാൽ ഇത് കിട്ടുള്ളൂ. വോളിയം പെർ യൂണിറ്റ് ടൈം ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വോളിയം പെർ യൂണിറ്റ് ടൈം, അതിപ്പോൾ വോളിയം പെർ യൂണിറ്റ് ടൈം എന്ന് വരും. ഇത് ഞാൻ മനസ്സിലാക്കൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്ത്? അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാ. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡാ. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലോറേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഫ്ലോറേറ്റ്. ഈ 1 മാർക്ക് കിട്ടണമെന്നുണ്ട് എന്തോരം പണിയെടുക്കണം നോക്ക്. ഫ്ലോറേറ്റ്. ആ ഫ്ലോറേറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഫ്ലോറേറ്റ്. ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഫ്ലോറേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് വോളിയം പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് കാണുന്നുണ്ടോ? അപ്പോൾ അത് എഴുതി കൊടുക്കുക. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്, F/A. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്തേക്കാരം? ന്യൂട്ടൺ മേലെ ഉണ്ടാവും, താഴെ മീറ്റർ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടും. അത് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കി താഴത്തുള്ളതൊക്കെ അതിന്റെ യൂണിറ്റുകൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഇതൊന്നും പഠിക്കണ്ട. ഇങ്ങനെയൊക്കെ തന്നെ കാരണം ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം? സ്ട്രെയിനിന്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാ. അതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് കാരണം എന്താ? മേലെയും മീറ്റർ, താഴെയും മീറ്റർ, മീറ്ററും വെട്ടിപ്പോലെ. സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടാവില്ലടാ, ഇല്ല. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ ഞാൻ എഴുതി തരാം. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ പെർ മീറ്റർ എന്നായിരിക്കും. എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ. അപ്പൊ സർഫസ് ടെൻഷനെ ഇങ്ങോട്ട് വരക്കുക, ന്യൂട്ടൺ പെർ മീറ്റർക്ക്. ഇനി വിസ്കോസിറ്റിന്റെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. വേറെ നിവർത്തിയൊന്നുമില്ല, കാണാതെ പഠിച്ചേക്കുക. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണാതെ പഠിച്ചേക്കുക. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞാൽ എത്ര പാസ്കലാണ്? 1 × 10⁵ പാസ്കലാണ്. മനസ്സിലായോ? ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര പാസ്കലാ? 1 × 10⁵ പാസ്കൽ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വലുതാ ചെറുതാ? പാസ്കലിനേക്കാൾ വലുതാ ചെറുതാ? പാസ്കലിനേക്കാൾ വലുതാണേ. 3 മാർക്ക് കിട്ടണമെന്നുണ്ട്. എന്തോരം പണിയെടുക്കണം, എന്തോരം പഠിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ കുറച്ച് റിസ്ക് ആണ്. തിയറി നല്ലോണം പഠിച്ചു വെച്ചാലേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. 9ാമത്തത്, ഗിവ് മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളെ കഴിഞ്ഞ എക്സാമിന് ഇത് ചോദിച്ച സമയത്ത് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. സർഫസ് ടെൻഷനൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. സർഫസ് ടെൻഷൻ 4ാമത്തെ മൊഡ്യൂളാണ്. സർഫസ് ടെൻഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പൊളിച്ച് എഴുതും എന്നുള്ളൊരു ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു നമ്മൾ സർഫസ് ടെൻഷൻ്റെ ഒക്കെ കാര്യത്തിൽ. പക്ഷേ ചോദ്യമാണ് വന്നപ്പോൾ അത് ഞെട്ടിപ്പോയി. എന്താ സംഭവം? ഗിവ് മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ എന്നൊക്കെ. സംഭവം സർഫസ് ടെൻഷൻ എന്താണെന്നുള്ളത് എഴുതി വെച്ചാൽ അതിന്റെ ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പലതും പറയും, മൈൻഡ് ആക്കണ്ട. നിങ്ങൾ പഠിച്ച എന്തെങ്കിലും സാധനമായി ഉണ്ടോ നോക്കുക, എഴുതിയൊക്കെ പോരുക. ഇത്രയുള്ള പണി. സർഫസ് ടെൻഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക് സർഫസ് ടെൻഷൻ എന്താന്ന്. ഇതൊന്നും വേണ്ട. സർഫസ് ടെൻഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു ഡയലോഗ് ഉണ്ട്. വേറെയും കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഡെഫിനിഷൻ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇത് പഠിപ്പിച്ചുതരാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് സർഫസ്. ആദ്യം മലയാളത്തിൽ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ, ഒരു പാത്രം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം വെള്ളത്തിന്റെ സർഫസ് ഉണ്ടല്ലോ ഇവിടെ, ഈ സാധനത്തിന് എന്താ നമ്മൾ വിളിക്കുക? സർഫസ്. ലിക്വിഡിന്റെ സർഫസ് എപ്പോഴും അതിന്റെ സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന്റെ സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലിക്വിഡിന്റെ സർഫസ് എപ്പോഴും ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ വർക്ക് ചെയ്യും. സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചു നിർത്തിയ പാട പോലെയായിരിക്കും ലിക്വിഡിന്റെ സർഫസ് ഉണ്ടാവുക. ഈ സ്വഭാവത്തിന്, ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സർഫസ് ടെൻഷൻ? പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് സർഫസ് ടു ഹാവ് എ മിനിമം സർഫസ് ഏരിയ ആൻഡ് ആക്ട് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് മോളിക്കുലാർ തിയറി ചോദിച്ചല്ലോ 3 മാർക്കിന്, അത് എന്താന്നുള്ളത് ഇവിടെ കാണാം. ഇതാണ് ഈ മോളിക്കുലാർ തിയറി എന്ന് പറയുന്ന സാധനം. ഈ പേരിൽ ഇത് നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്ത് വന്ന്? മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ്. സർഫസ് ടെൻഷനെ മോളിക്യൂൾസിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്ടാവുക? ഈ ഉള്ളിലുള്ള മോളിക്യൂളിനെ നോക്ക്. ഈ ഉള്ളിലുള്ള മോളിക്യൂളിന്റെ മേലുള്ള ടോട്ടൽ ഫോഴ്സ് എന്തേക്കാരം? 0 ആയിക്കാരം. കാരണം എല്ലാ ഭാഗത്തും ഫോഴ്സ് വന്നാൽ അത് ക്യാൻസൽ ആയി പോകുമല്ലോ. ഇനി ഈ സർഫസിലുള്ള മോളിക്യൂൾ, ഇതാണല്ലോ സർഫസിലുള്ള മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ മേലുള്ള ടോട്ടൽ ഫോഴ്സ് 0 അല്ല, അതിന് താഴത്തേക്കൊരു ഫോഴ്സ് ഉണ്ട്. കണ്ടാ? അതിന് താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കാരണം ആണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുക. അപ്പൊ അത് എഴുതി വെച്ചാൽ മതി. ടോട്ടൽ ഫോഴ്സ് ഓൺ എ മോളിക്യൂൾ ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് 0. ഓക്കെ അല്ലേ ഈ പോയിന്റ്? ബട്ട് മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് എക്സ്പീരിയൻസസ് എ ഡൗൺവാർഡ് ഫോഴ്സ് ഡ്യൂ ടു ദ പുൾ ഓഫ് മോളിക്യൂൾസ് ബിലോ. താഴെയുള്ള മോളിക്യൂൾസിന്റെ വലി കാരണം മേലെയുള്ള ആ മോളിക്യൂളിന് താഴത്തേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഡ്യൂ ടു ദിസ് ഫോഴ്സ് ലിക്വിഡ് ട്രൈസ് ടു മിനിമൈസ് ഇറ്റ്സ് സർഫസ് ഏരിയ. ഈ ഫോഴ്സ് കാരണം ലിക്വിഡ് എന്തിനു വേണ്ടി ശ്രമിക്കും? സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നിട്ടൊരു മെംബ്രെയിൻ പോലെ അത് വർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഈ റൈറ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് എഴുതി കൊടുക്കാനാണ് ചോദ്യം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫ്ലൂയിഡിൽ വരുന്ന ഒരു ഭാഗമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ വരുന്ന സാധനമാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. 3 മാർക്കിനല്ലേ ചോദിച്ചേ? 3 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. അത് എങ്ങനെ പഠിക്കലെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. AV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഇതാ കിട്ടുക. AV എന്ന് പറഞ്ഞാൽ എന്താ? A × V എന്നല്ലേ? അപ്പോൾ A × V എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലേ? ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? ദ പ്രൊഡക്റ്റ്
ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ ഏരിയയും വെലോസിറ്റിയും ഗുണിച്ചാൽ ഫ്ലോവിങ് ത്രൂ എ പൈപ്പ്, അത് എന്താണ് ചെയ്യുന്നത്? പൈപ്പ് കൂടി എങ്ങനെ ഒഴുകുകയാണ്. ഇതൊന്നും എഴുതണ്ട കേട്ടോ. ഈ വാരിയം ക്രോസ് സെക്ഷനിൽ ഏരിയ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ പഠിക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞുതരാണ്. ആക്കെ കട്ട് ചെയ്തോ, ഇങ്ങനെ എഴുതിയാൽ മതി. റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഒരു പൈപ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഏരിയ ഇൻറ്റു വെലോസിറ്റി അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എഴുതി വെക്കുക. എ വി സികളുടെ കോൺസ്റ്റന്റ് എന്ന് എഴുതുക. 3 മാർക്കല്ലേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ, 7 മാർക്കൊന്നും വേണ്ടല്ലോ, 3 പോരെ, അപ്പോൾ അത് മതി കേട്ടോ. ഇനി പാർട്ട് സി. ഹൈവ പാർട്ട് സിയിലേക്ക് കയറുകയാണ് നമ്മൾ. പാർട്ട് സി എന്ന് പറഞ്ഞാൽ എത്ര മാർക്കിന്റെ ചോദ്യം മക്കളെ? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഫിസിക്സ് ലബോറട്ടറിയിലെ സ്റ്റുഡൻറ് മെഷേഴ്സ് മാസ് ഓഫ് എ ബോഡി, ഹി റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ട്. ഞാൻ അതൊന്നും ഇങ്ങനെ കോപ്പി ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടത് പേസ്റ്റ് ചെയ്യട്ടെ. താഴെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് പേസ്റ്റ് ചെയ്യട്ടെ, ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അതിനെ പേസ്റ്റ് ചെയ്തു. ഇതിനെ വലുതാക്കട്ടെ. ഇത് വലുതാക്കാൻ പറ്റില്ല, എൻ്റെ മറ്റേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിൽ വന്ന് പോയിക്കണം. ഇങ്ങനെ എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. ശരിയാക്കണം, പിന്നെ ശരിയാക്കണം. ഓക്കെ, എന്താ സംഭവം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യനിൽ പലതും പറയും. ഫിസിക്സ് ലബോറട്ടറി എന്ന് പറയും, ചിലപ്പോൾ കെമിസ്ട്രി ലബോറട്ടറി എന്ന് പറയും, ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയും. രാമു, സോമൻ, ഇങ്ങനെ ആരെങ്കിലൊക്കെ എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ പറയും. എന്നിട്ട് ആ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ അവർക്ക് കുറേ വാല്യൂസ് കിട്ടി. ആ വാല്യൂ ചിലപ്പോൾ മാസ് ആവാം, ചിലപ്പോൾ ടൈം ആവാം, ചിലപ്പോൾ ലെങ്ത് ആവാം, വേറെ എന്തെങ്കിലും ആവാം. ആ ക്വസ്റ്റ്യൻ പല രൂപത്തിലും വരും, പലതും ചോദിക്കും. നിങ്ങളത് മൈൻഡ് ചെയ്യണോ? നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങളത് മൈൻഡേ ചെയ്യണ്ട. നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ ആൻസർ എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് 1ാമത്തെ മൊഡ്യൂളിലുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ആദ്യം 1ാമത്തെ മൊഡ്യൂളിലുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നുള്ള ചോദ്യം? എറർ എന്നുള്ള ചോദ്യമാണ്. ഇത് രണ്ടും മാത്രം മനസ്സിലാക്കി വെക്കുക. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതങ്ങ് പഠിച്ചു പോവുക. കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ വയ്യട്ടാ, ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നോക്കി എഴുതി അങ്ങ് വിട്ടുപോട്ടാ. ഒരു ഫിസിക്സ് ലബോറട്ടറിയിൽ സ്റ്റുഡൻറ് മെഷേഴ്സ് മാസ് ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ മാസ് മെഷർ ചെയ്യുന്നുണ്ട്. ഹി റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ആൻഡ് ദ മാസ് ദ ബോഡി ഈസ് ഒബ്റ്റൈൻഡ് ആസ് മാസ് ഓഫ് ദ ബോഡി ഉണ്ട് കേട്ടോ. മാസ് ഓഫ് ദ ബോഡി ഈസ് ഒബ്റ്റൈൻഡ് ആസ് 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ദ പേഴ്സൻറ്റേജ് ഓഫ് എറർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എററിന്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. 7 മാർക്കിന് വരാനുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഇത്. കുറേ ചെയ്യാണ്ട്, കുറേ നേരത്തെ പണിയുണ്ട്. നമുക്ക് 1ാമത്തെ വാല്യൂവിനെ നിങ്ങൾ A1 എന്ന് വിളിക്കുക. ഏതാണത്? 45.5 ഗ്രാം. 2ാമത്തെ വാല്യൂവിനെ നിങ്ങൾ A2 എന്ന് വിളിക്കുക. എത്രയാണത്? 45.1 ഗ്രാം. 3ാമത്തെ വാല്യൂവിനെ നിങ്ങൾ A3 എന്ന് വിളിക്കുക. എത്രയാ? 46 ഗ്രാം. 4ാമത്തതിനെ നിങ്ങൾ A4 എന്ന് വിളിക്കുക. എത്ര വരും? 45.8 ഗ്രാം. ഇത്രയും കിട്ടിയ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പാണ് മീൻ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കുക. എങ്ങനെ ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കുക? A1 കൂട്ടുക, A2 കൂട്ടുക, A3 കൂട്ടുക, A4 കൂട്ടുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് കൂട്ടുക, ഡിവൈഡഡ് ബൈ എണ്ണം. എന്ന് പറഞ്ഞാൽ എണ്ണം. എങ്ങനെ കിട്ടും? A1 എന്ന് പറഞ്ഞാൽ എന്താ? 45.5 അല്ലേ? പ്ലസ് 45.1 അല്ലേ? A2 പ്ലസ് A3 പറഞ്ഞാൽ ആരാ? 46 അല്ലേ? A4 ആരാ? 45.8 അല്ലേ? എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ എണ്ണം കൊണ്ടിരിക്കുക. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 4 അല്ലേ? അരിച്ചു നോക്കുക. മേലുള്ള എല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് അതവിടെ എഴുതി വെക്കുക. കാൽക്കുലേറ്റർ ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ വെറുതെ ഒറ്റടിക്ക് അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോവും. കാരണം നിങ്ങൾ ചിലപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകും. അതുകൊണ്ട് മേലുള്ളത് ചെയ്തുങ്ങാണ്ട് താഴെയുള്ളതൊക്കെ ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. 45.6 കാൽക്കുലേറ്ററും കൂടി ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ചു വെക്കട്ടെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയെങ്കിൽ ഒരുവിധം ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നേരിട്ട് പെട്ടെന്ന് കിട്ടും. എളുപ്പമാണ്. ഫിസിക്സ് പാസ്സാവാൻ എളുപ്പമാണ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നല്ലോണം അറിഞ്ഞാൽ മതി. അപ്പോൾ മീൻ കണ്ടുപിടിച്ച് വെച്ച്. മീൻ എന്ന് പറഞ്ഞാൽ 45.6 എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അബ്സലൂട്ട് എററുകൾ കണ്ടുപിടിക്കലാണ്. അബ്സലൂട്ട് എറേഴ്സ് കണ്ടുപിടിക്കുക. എന്താ അബ്സലൂട്ട് എറർ എന്ന് പറയാം? അബ്സലൂട്ട് എറർ എന്ന് പറഞ്ഞാലേ ഓരോന്നിലുമുള്ള എറർ എന്നാണ്. അതായത് A1 എറർ, A2 എറർ, A3 എറർ, അതാണ് ഈ അബ്സലൂട്ട് എറേഴ്സ്. അപ്പോൾ A1 എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ A1 എന്ന് എഴുതിയാൽ A1 എറർ എന്നാണ് അർത്ഥം. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയോ? ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. മീൻ എടുക്കുക നിങ്ങൾ.
അതിൽ നിന്ന് A1 കുറക്കുക. എങ്ങനെ ഉണ്ടാവും? A മീൻ പറഞ്ഞാൽ എത്ര? 45.6. അതിൽ നിന്ന് A1 കുറച്ചാൽ എത്ര ഉണ്ടാവും? 45.5. കുറച്ചാൽ എത്ര ഉണ്ടാവും? 0.1 ഉണ്ടാവും. ഇത്രയും ഗ്രാം അതാണ് എന്ത്? ഡെൽറ്റ A1. ഇനി ആ യൂണിറ്റ് നിങ്ങൾ അവിടെ എഴുതിയില്ല വെച്ചിട്ട് നിങ്ങളെ മാർക്ക് ഒന്നായിട്ട് പോകുന്നില്ല കേട്ടാ. ചെയ്തു വെച്ചത് ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കുന്നുണ്ട് ഞാൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഡെൽറ്റ A1 ഇവിടെ കണ്ടുപിടിച്ച് വെച്ച് ഇനി എന്താ ഞാൻ ചെയ്യുന്നത്? ഡെൽറ്റ A2 കണ്ടുപിടിക്കുകയാണ്. ഡെൽറ്റ A2 A മീൻ എടുക്കുക ആദ്യം. ആ A മീനിൽ നിന്ന് A2 കുറക്കുക. A2 വരാ 45.1 അല്ലേ? കുറക്കുക. എത്ര വരും? ഡെൽറ്റ A2 ഇതിങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 0.5 എന്ന് പറയും. 0.5 അതാണ് ഡെൽറ്റ A2. ഓക്കെ അല്ലേ? ഇനി ഡെൽറ്റ A3 കണ്ടുപിടിച്ച് നോക്ക്. ഡെൽറ്റ A3 A മീൻ എടുക്കുക. എത്ര A മീൻ? 45.6 അല്ലേ? അതിൽ നിന്ന് A3 കുറക്കുക. A3 എത്ര വരും? 46 അല്ലേ? എങ്ങനെ വരിക? ഇത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കലല്ലേ? മൈനസ് വരിക. എത്ര വരിക? കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 0.4 വരും. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഡെൽറ്റ A3 എന്ന് പറഞ്ഞാൽ -0.4 എന്ന് വരും. ഇനി ഡെൽറ്റ A4 ചെയ്യാം. എങ്ങനെയാണ് ഡെൽറ്റ A4 കിട്ടല്? ഡെൽറ്റ A4 എന്ന് പറയുമ്പോൾ 45.6 മൈനസ് A4 എത്രയാടാ? A4 എന്ന് പറഞ്ഞാൽ 45.8 ആണ്. അത് കാൽക്കുലേറ്ററിൽ ഒന്ന് കൊടുത്തു നോക്കി നിങ്ങൾ. അവിടെയും മൈനസ് വരും. എത്ര വരുന്നത്? -0.2 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ? ഡെൽറ്റ A1 കിട്ടി, ഡെൽറ്റ A2 കിട്ടി, ഡെൽറ്റ A3 കിട്ടി, ഡെൽറ്റ A4 കിട്ടി. എന്ത് കഴിഞ്ഞാൽ ഇത് എഴുതാഞ്ഞത്? ഡെൽറ്റ A4 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി അബ്സല്യൂട്ട് എററുകളുടെ മീൻ കണ്ടുപിടിക്കാം. അതൊരു സ്റ്റെപ്പാട്ടാ. അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോണേ. അബ്സല്യൂട്ട് എററുകളുടെ മീൻ എന്ന് പറയുന്നത് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്ന സാധനമാണ്. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്ന സാധനം ഡെൽറ്റ A മീൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഡെൽറ്റ A മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ A1 എടുക്കുക. ഈ അബ്സല്യൂട്ട് എററുകളുടെ ആവറേജ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത് അതാണ്. ഡെൽറ്റ A1 എടുക്കുക, പ്ലസ് അടിക്കുക. ഡെൽറ്റ A2 എടുക്കുക, പ്ലസ് അടിക്കുക. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാം? 2 വര അപ്പുറം ഇടണം. എന്തിനാണെന്നറിയോ? അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്വസ്റ്റ്യന് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എടുക്കണം എന്നുള്ളത് കാണിക്കാനാണ് ഈ 2 വര. ഇവിടെ 2 വര കൊടുക്കുക. 2 വര ഇട്ടിട്ട് A3 എന്ന് എഴുതി കൊടുക്കുക. 2 വര ഇട്ടിട്ട് A4 എന്ന് എഴുതി കൊടുക്കുക. ഡെൽറ്റ A4. ഓക്കെ. ഡിവൈഡഡ് ബൈ എണ്ണം എത്ര തന്നെ? എണ്ണം തന്നെ നമ്മൾ എഴുതല്. ഇനി നോക്ക് ഇവിടെ ഏതാ ഞാൻ ആദ്യം എഴുതി കൊടുക്കുക? ഡെൽറ്റ A1ന്റെ പോസിറ്റീവ് മാത്രം എടുക്കുക എന്നാണ്. ഡെൽറ്റ A1 പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് 0.1 എന്ന് എഴുതുക. ഓക്കെ അല്ലേ? പ്ലസ് ഡെൽറ്റ A2 എത്ര? 0.5 പ്ലസ്. ഇനി കണ്ട ഡെൽറ്റ A3 എന്ന് പറയുമ്പോൾ അത് കണ്ടകള് മൈനസ് ആണ് സാധനം. പക്ഷെ അതിന്റെ അപ്പുറം 2 വര ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ആ മൈനസ് എടുക്കരുത് എന്നാണ്. 0.4 പ്ലസ് ഡെൽറ്റ A4 എത്ര? മൈനസ് ആണ്, എടുക്കരുത്. പകരം അതിന്റെ പ്ലസ് എടുക്കുക. 0.2 ഒരു ബ്രാക്കറ്റൊക്കെ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഫുള്ള് ഡിവൈഡഡ് ബൈ എത്ര? എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണം ഉണ്ടത്? 4 എണ്ണല്ലേ ഉള്ളൂ. 4 എണ്ണം കൊണ്ട് ഹരിക്കുക. മേലുള്ള എല്ലാം കൂടി കൂട്ടുക. മേലുള്ള എല്ലാം കൂടി കൂട്ടിയാൽ 1.2 ആണ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 1.2 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കുക. എത്ര വരിക? മേലുള്ള എല്ലാം കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ 0.3 എന്ന് കിട്ടും. ഒക്കെ മുമ്പേ ചെയ്തു വെച്ചതാണേ, കാണാതെ അല്ല നോക്കി എഴുതണാണ് ഇപ്പോൾ ഞാൻ. അല്ലാതെ ഞാൻ ഇപ്പോൾ ചെയ്ത് നോക്കാൻ മെനക്കെടുന്നില്ല. ഡെൽറ്റ A മീൻ എന്ന് പറഞ്ഞാൽ 0.3 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഡെൽറ്റ A മീൻ വരെ കിട്ടി. ഇനി അടുത്ത പണി എന്താ? അടുത്ത പണി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അതിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചോ. എന്താണ്? ഡെൽറ്റ A മീൻ എടുക്കുക, ഡിവൈഡഡ് ബൈ A മീൻ എന്ന് കൊടുക്കുക. ഡെൽറ്റ A മീൻ ബൈ A മീൻ. ആരാ ഡെൽറ്റ A മീൻ? 0.3 അല്ലടാ. ആരാ A മീൻ? A മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45.6 അല്ലേ ആവറേജ്? ആദ്യം കിട്ടിയ ആവറേജ് 45.6. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. ആദ്യം റിലേറ്റീവ് എറർ കിട്ടണം. 0.3 ബൈ 45.6 ചെയ്താൽ എത്ര കിട്ടില്ലെന്നറിയോ? കാൽക്കുലേറ്ററിൽ അന്നേരം കാണുന്നത് എന്താണെന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ 6.57 അത് ആദ്യം അവിടെ നിന്ന് അങ്ങ് എഴുതിയെടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 സംഖ്യ എഴുതിയേക്കുക. എന്നിട്ട് കാൽക്കുലേറ്ററിൻ്റെ അറ്റത്ത് എന്താ കിടക്കുന്നു നോക്കുക. കാൽക്കുലേറ്ററിൻ്റെ അറ്റത്ത് അതിൻ്റെ പവർ കാണിക്കും. ആ പവർ എഴുതണം. ഇല്ലാഞ്ഞാൽ ആ പവർ കിട്ടൂല. എത്രയാണ്? 10⁻³ എന്നാണ് ആ പവർ. എഴുതണം. കാൽക്കുലേറ്ററിൽ നോക്കി എഴുതാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ഈ കിട്ടിയ സാധനം എന്താടാ? ഈ കിട്ടിയ സാധനം റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്?
നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പെർസെൻറ്റേജ് എററാണ്. ചോദിച്ചത് എന്താ? പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ കിട്ടില്ല എങ്ങനെയാണെന്നറിയോ? റിലേറ്റീവ് എറർ എടുക്കുക, എന്നിട്ട് അതെവിടെ വെക്കണ്ടി? എവിടെ വെക്കണ്ട. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിക്കുക. എത്ര റിലേറ്റീവ് എറർ കിട്ടി നിങ്ങൾക്ക്? 6.57. അപ്പോൾ അത് കാൽക്കുലേറ്ററിൽ നിന്ന് കളയണ്ടട്ടാ. ആ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കിട്ടിയ സാധനം അവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇൻറ്റു 100 അടിച്ചാൽ മതി അതിനോട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 0.65% എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ? 0.65. മനസ്സിലായോ നിങ്ങൾക്ക്? പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ 0.65%. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ ആ മോഡൽ. ഇനി ഇതാ എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്? ഈ ക്വസ്റ്റ്യൻ നോക്ക്, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓർ ക്വസ്റ്റ്യനാ. ഒന്നുകിൽ ഇത് എഴുതുക അല്ലെ ഇത് എഴുതുക എന്നാണ്. മൊഡ്യൂൾ 1 ആണ് രണ്ടും. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ആൻഡ് റിക്കോയിൽ ഓഫ് ഗൺ. രണ്ടും എഴുതാനാണ് 7 മാർക്കിന്. അപ്പോൾ 1ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മളൊരു തിരിച്ചുപോക്ക് പോകേണ്ടി വരും. 1ാമത്തെ മൊഡ്യൂളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. പാടപ്പെടെ പോട്ടെ. 1ാമത്തെ മൊഡ്യൂളിൽ അവസാനത്തെ ഭാഗത്ത് ആണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ഡൈനാമിക്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ചതിൻ്റെ ശേഷം നമ്മൾ പഠിച്ച 2 പോയിന്റുകളാണ് റോക്കറ്റ് പ്രൊപ്പൽഷനും റീകോയിൽ ഓഫ് എ ഗണ്ണും. അപ്പോൾ ആദ്യം ഞാൻ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള ഒരു ഐഡിയ ഞാൻ ആദ്യം തരാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. The total momentum of a system remains constant if there is no external force. External force ഇല്ലെങ്കിൽ എന്നാണ് കേട്ടോ. എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമെ നിന്ന് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ടാണ് നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷനും റീകോയിൽ ഓഫ് എ ഗണ്ണും പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം റീകോയിൽ ഓഫ് എ ഗൺ നോക്കാം. ഗണ്ണ് റീകോയിൽ ചെയ്യും. അതായത് നിങ്ങൾ സിനിമയിൽ കാണുന്ന മാതിരി വെറുതെ ഇട്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. തോക്കേറ്റ് ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ തോക്ക് ബുള്ളറ്റ് മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് തോക്ക് ബാക്കിലേക്ക് ഇങ്ങോട്ട് അടിക്കും. അതാണ് റീകോയിൽ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാ? അത് ചിത്രം വരച്ച് കാണിച്ചുതരാം. ഫിസിക്സിലെ ഭൂരിഭാഗം സാധനം നമുക്ക് ചിത്രം വരച്ച് കാണിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ആദ്യം റീകോയിൽ ഓഫ് എ ഗണ്ണ് ചിത്രം വരച്ച് കാണിച്ചുതരാം. കണ്ടാ ഇതെന്താണെന്നറിയോ? തോക്കിൻ്റെ ഉള്ളിൽ ഞാൻ ബുള്ളറ്റ് വരക്കാം. വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ മൊമെൻ്റ് എന്തായിരിക്കും? 0. മനസ്സിലായോ? വെറുതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മോഷൻ ഉണ്ടാ? മൊമെൻ്റ് ഉണ്ടാ? ഇല്ലല്ലോ. മൂവ് ചെയ്താലേ മൊമെൻ്റം വരുള്ളൂ. 0. അങ്ങനെ നിൽക്കുന്ന സാധനം വെറുതെ ഇട്ട് പൊട്ടിച്ചാൽ എന്താ ഉണ്ടാവുക? ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് ബുള്ളറ്റ് മുന്നിലേക്ക് കുതിക്കും. അപ്പോൾ ബുള്ളറ്റിന് ഈ മുന്നോട്ട് എന്ത് കിട്ടും? ഫോർവേഡ് മൊമെൻ്റം കിട്ടും. ആ ഫോർവേഡ് മൊമെന്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഫോർവേഡ് മൊമെന്റം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ എന്താ പറയുന്നത്? ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നല്ലേ. അപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പുള്ള മൊമെന്റം 0 അല്ലേ? പൊട്ടിച്ചു കഴിഞ്ഞാലും മൊമെന്റം 0 ആയി നിൽക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഒരു മൊമെന്റം ഉണ്ടെങ്കിൽ ഗൺ എന്ത് ചെയ്യും? ബാക്കിലേക്ക് മൂവ് ചെയ്യും. ആ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന പരിപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ ഓഫ് എ ഗണ്ണ്. ആ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. ക്യാപിറ്റൽ V ആണ് കൊടുക്കൽ. സംഭവം മനസ്സിലായോ? ഞാൻ ഒന്ന് വായിച്ചു നോക്കിയേ. ടോട്ടൽ മൊമെന്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ ഗണ്ണ് ബിഫോർ ഫയറിംഗ് ഈസ് 0. പൊട്ടിക്കുന്നതിന് മുമ്പ് ടോട്ടൽ മൊമെന്റം 0 ആയിരിക്കും. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. പൊട്ടിച്ച് കഴിഞ്ഞാലുള്ള മൊമെന്റം പൊട്ടിക്കുന്നതിന് മുമ്പുള്ള മൊമെന്റത്തിന് ഈക്വൽ ആവണം. വേണ്ടേ? അപ്പൊ എന്താ ഉണ്ടാവുക? ആഫ്റ്റർ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ദ ബുള്ളറ്റ് മൂവ്സ് ഫോർവേഡ് വിത്ത് എ ലാർജ് മൊമെന്റം. അല്ലേ? അപ്പൊ പറഞ്ഞില്ലേ, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുള്ളറ്റ് ഒരു ഹൈ മൊമെന്റത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ടു ബാലൻസ് ദ ഫോർവേഡ് മൊമെന്റം ഓഫ് ദ ബുള്ളറ്റിന്റെ ഫോർവേഡ് മൊമെന്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗണ്ണ് മൂവ്സ് ബാക്ക്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി കാൾഡ് റീകോയിൽ വെലോസിറ്റി. കിട്ടിയ ഗണ്ണ് റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്ന ഒരു വെലോസിറ്റിയോട് കൂടിയിട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുണ്ട്. ഇതാണ് റീകോയിൽ ഓഫ് എ ഗണ്ണ്. ഇനി അതിൻ്റെ കൂടെ പഠിക്കാനുള്ള ഒരു സാധനമുണ്ട്, റോക്കറ്റ് പ്രൊപ്പൽഷൻ. നോക്കാം നമുക്ക്. റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഞാൻ ഇവിടെ ഒരു റോക്കറ്റ് വരക്കാം. റോക്കറ്റ് ഇതാ റോക്കറ്റ്. ഇങ്ങനെ ഒരു സെറ്റപ്പ് റോക്കറ്റ്. ആ റോക്കറ്റ് ഇതാ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇതെന്താ? ഗ്രൗണ്ടാണ്. റോക്കറ്റ് ഇങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അല്ലേ?
എന്നിട്ട് റോക്കറ്റിന് കമ്പഷൻ ചേംബർ എന്ന് വിളിക്കുന്ന ഒരു ചേംബർ ഉണ്ട്. ആ ചേംബറിനകത്ത് വെച്ചിട്ട് റോക്കറ്റിന്റെ ഫ്യൂവൽ കത്തും. ഹൈഡ്രജൻ ഒക്കെ ആയിരിക്കും ഫ്യൂവൽ. അങ്ങനെ ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ അതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് നോസിലൂടെ ബാക്കിലേക്ക് ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് പുറത്തേക്ക് ചീറ്റും. താഴേക്ക് അപ്പോൾ ഒരു മൊമെന്റം ഉണ്ടാവും. അങ്ങനെ താഴേക്ക് മാത്രമായിട്ടൊരു മൊമെന്റം ഉണ്ടാവാൻ പാടുണ്ടോ? പാടില്ലല്ലോ. താഴേക്ക് ഒരു മൊമെന്റം ഉണ്ടായാൽ പിന്നെ മേലേക്ക് ഒരു മൊമെന്റം ഉണ്ടാവണ്ടേ? താഴേക്കുള്ള മൊമെന്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റ് നേരെ മേലേക്ക് ഒരു മൊമെന്റം കൊടുക്കും. ആ മേലേക്ക് മൊമെന്റം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റോക്കറ്റ് ഒരു ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് മേലേക്ക് കുതിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്താലുണ്ടാവുക. ഓപ്പറേഷൻ ഓഫ് എ റോക്കറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് ഈ ഓപ്പറേഷൻ ഓഫ് റോക്കറ്റ്. ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് 0. ഇനീഷ്യൽ മൊമെന്റം എന്താണ്? 0. പിന്നെ ഹോട്ട് ഗ്യാസ്, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് എഴുതിയാലും മതി. ഹോട്ട് ഗ്യാസ്, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് എഴുതിയാലും ശരിയാണ്. ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തൽ, കമ്പഷൻ ഓഫ് ദ ഫ്യൂവൽ ആർ ഇജക്റ്റഡ് ഔട്ട് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ വിത്ത് ഹൈ വെലോസിറ്റി. താഴേക്ക് ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് ഹോട്ട്, നല്ല ചൂടുള്ള ഗ്യാസ് പുറത്തേക്ക് ചീറ്റും. ഓക്കെ. ഇനി ഇറ്റ് ക്രിയേറ്റ്സ് എ ഹൈ മൊമെന്റം ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. കണ്ടോ, താഴെ ഡയറക്ഷനിൽ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ഹൈ മൊമെന്റത്തിന് അത് ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്തെന്താ? ടു ബാലൻസ് ഇറ്റ്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ റോക്കറ്റ് മൂവ്സ് അപ്വാർഡ് വിത്ത് എ ഹൈ വെലോസിറ്റി. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഒരു ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് മേലേക്ക് മൂവ് ചെയ്യും. ഇത് നിങ്ങൾ എഴുതണ്ട, ഈ പോയിന്റ് എഴുതണ്ട അത്ര തന്നെ. എഴുതാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് പോകുന്നില്ല. 7 മാർക്കല്ലേ വേണ്ടുള്ളൂ, അത് കിട്ടിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ മൊഡ്യൂളാണ്. M2 എന്ന് കണ്ടാൽ അതെന്താണെന്ന് മനസ്സിലാവുക. രണ്ടാമത്തെ മൊഡ്യൂളാണെന്ന് മനസ്സിലാക്കട്ടാ. എന്താ പറയണത്? മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലീനിയർ ആൻഡ് അനലോഗസ് ആംഗുലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യു സ്റ്റഡീഡ് എന്നാണ്. ഇത് സംഭവം വളരെ സിമ്പിളാണ്. ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളല്ലേ. രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ ആ സാധനം പഠിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലെ നമ്മൾ ഇങ്ങനെ ഒരു സംഗതി പഠിച്ചു വെക്കുക. ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എന്താണെന്നറിയോ? കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ചൂണ്ടിയതാണ്. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന സാധാരണ മോഷൻ. സംഭവം ഒരു വസ്തു, ആ വസ്തുവിന്റെ മേലെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ്മെന്റ് ഒരു നേർരേഖയിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ലീനിയർ മോഷനിലാണ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. മനസ്സിലായോ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു, ആ വസ്തുവിന്റെ ഒരു വസ്തുവിനെ നമ്മളൊരു ചരടൊക്കെ കെട്ടി, ഒരു കല്ല്, ആ കല്ലുമ്മ ചരട് കെട്ടിയിട്ട് അതിനങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞാൽ എന്തായി? അങ്ങനെ വട്ടത്ത് കറങ്ങും അല്ലേ? അപ്പൊ ഇത് ഏത് മോഷനാ? ഇത് സർക്കുലാർ മോഷനാ. സർക്കുലാർ പാത്തിലൂടെയുള്ള മോഷനാണ് സർക്കുലാർ മോഷൻ. എങ്ങനെയുണ്ട്? ഒരു സർക്കുലാർ വഴിയിലൂടെയുള്ള മോഷനെ സർക്കുലാർ മോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ലീനിയർ മോഷനിൽ പറയുന്നതിന് പകരം വെക്കാൻ പറ്റുന്ന, അതാണ് അനലോഗസ് എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടില്ല അത്. അനലോഗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പകരം വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്നാണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് പകരം വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഏതാ? അത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, തീറ്റ. മനസ്സിലായോ? ഒന്നിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താ? റാഡ്. ഇപ്പൊ പഠിച്ചത് നല്ലൊരു സാധനമാണ്, പഠിച്ചൊക്കെ നല്ല പറ്റിയൊരു ഐറ്റാണ്. ലീനിയർ വെലോസിറ്റിനെ V എന്നാണ് കൊടുക്കല്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി, ഒമേഗ. ഒമേഗന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് പകരം റാഡ് പെർ സെക്കൻഡ് എന്ന് കൊടുക്കുക. ലീനിയർ ആക്സലറേഷൻ A ആണ്, സാധാരണ ആക്സലറേഷൻ. അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കൊയങ്ങി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അവിടെ കിടക്കട്ടെ. ആംഗുലാർ ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ വരിക? ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എങ്ങനെ ഉണ്ടാവും? ഇനി മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. മാസിന് പകരം പറയുന്ന സാധനമാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, I = mr സ്ക്വയർ. അതിന്റെ യൂണിറ്റ് എന്താ? എമ്മിന്റെ യൂണിറ്റ് കിലോഗ്രാം, r സ്ക്വയറിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. പഠിച്ചു വെച്ചോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടാ. ലീനിയർ മൊമെന്റം P ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ mv ആണ്. ലീനിയർ മൊമെന്റം, സാധാരണ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mv ആണ്. യൂണിറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതുക? m, മാസ് എന്താണ്? കിലോഗ്രാം. v എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ I ഒമേഗ ആണ്. അതിന് പകരം വെക്കാൻ പറ്റുന്ന സാധനമാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ എന്ന് കയറ്റിയാൽ മതി, ഉത്തരം കിട്ടി. ഇനി കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം എന്തായിരുന്നു? എല്ലിന് എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്? mvr എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടും. m എന്ന് പറഞ്ഞാൽ എന്താ? കിലോഗ്രാം. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് വരും. ഇവിടെ
വീണ്ടും മീറ്റർ വരും. അപ്പം എന്താ വരിക? ഞാനിതൊന്നും കാണാൻ പഠിക്കലില്ല കേട്ടോ. ഞാൻ ആവശ്യം വന്ന അതേമാതിരി ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കലുണ്ട്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കണ്ട, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പം ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ ചോദിച്ചാൽ എന്താ പറയുക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് വേണേൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കാണാതെ പഠിച്ചോ. ഇനി അതല്ല ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണില്ല. ഇതിമെന്നാണ് ഉണ്ടാക്കാൻ എളുപ്പം. നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഞാൻ പഠിക്കണ കാര്യമൊന്നും പഠിക്കണ്ട. നിങ്ങളിത് കാണാതെ പഠിച്ചോ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ അറിയാലോ. എം എ ആണ്. യൂണിറ്റ് അറിയാലോ. എന്താണ്? ന്യൂട്ടൺ ആണ്. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ന്യൂട്ടൺ എന്ന്. ക്യാപിറ്റൽ N ആണ് സിമ്പിൾ. ടോർക്കിന്റെ യൂണിറ്റ് എന്താ? ഇക്വേഷൻ എന്താ? ഐ ആൽഫ ഒരു ഇക്വേഷൻ ഉണ്ട്. എമ്മിന് പകരം ഐയും എക്ക് പകരം ആൽഫയും. യൂണിറ്റ് എന്താ? യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ടോർക്കിന് കൊടുക്കാറ്. പല യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ തൽക്കാലം ന്യൂട്ടൺ മീറ്റർ പഠിച്ചാൽ മതി കേട്ടോ. ടോർക്കിന് കൊടുക്കാവുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നല്ലോണം പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. അപ്പോൾ എത്ര മാർക്ക് ഉണ്ടാക്കി നിങ്ങൾ? ഒരു 3 മാർക്ക് ഉണ്ടാക്കി അവിടെ നിന്ന് കേട്ടോ, ഇവിടുന്ന്. ഇനി അതിൻ്റെ ബി എന്താ? ഡെഡ്യൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സലറേഷൻ. ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു റിലേഷൻ ഡെഡ്യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഡെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അർത്ഥം. ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ വലുതാക്കാൻ കഴിയില്ല കേട്ടോ, ഇങ്ങനെ പറ്റുള്ളേ. ഡെഡ്യൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് എ ആണ്. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അതും ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് എവിടുന്ന തുടങ്ങേണ്ടത് എന്ന് ഓർത്ത് വെക്കുക. ലീനിയർ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വേണം തുടങ്ങാൻ. എന്താ വേണ്ടത്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് കണ്ടുപിടിക്കണം. എന്താ ലീനിയർ ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ v-u/t ആണ്. എങ്ങനെയുണ്ട്? അറിയില്ലേ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം എന്ന് പറയുന്ന സാധനമാണ്. ഇനി വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? അത് കാണാതെ പഠിച്ചിക്കുക. v=r ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷനിൽ ഇയാൾ ആരാന്നറിയോ? ഇത് ഫൈനൽ വെലോസിറ്റിയാണ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ v എന്നുള്ളതിന് പകരം നിങ്ങൾ എന്ത് എഴുതുക? r⍵2 എന്ന് എഴുതുക. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിൽ മൈനസ് u എന്നുള്ളതിന് പകരം r⍵1 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ ടി തന്നെ. ഇനി അതിലേക്കൊന്ന് നോക്കി ഞങ്ങൾ. ഇവിടെയുണ്ട് r, ഇവിടെയുണ്ട് r കോമണാണ്. അതുകൊണ്ട് r-നെ പുറത്തേക്ക് വെച്ചോ. കോമൺ ആണെങ്കിൽ പിന്നെ പുറത്തേക്ക് വെച്ചോ. അങ്ങനെ പുറത്തേക്ക് വെച്ചാൽ ആരാ ഉള്ളിലുണ്ടാവുക? ഉള്ളിലൊരു ⍵2 ഉണ്ടാവും, മൈനസ് ⍵1 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ടി എന്നുണ്ടാവും. ഇനി ആരാണ് ഈ ⍵2 മൈനസ് ⍵1/t എന്ന് പറയുന്ന ആള്? ⍵2 പറഞ്ഞ ആരാ? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, മൈനസ് ⍵1 ആരാ? ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ ടി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ അതാരാണ്? അത് ആംഗുലാർ ആക്സലറേഷൻ ആയിട്ടുള്ള ആൽഫയാണ്. അപ്പം അതുകൊണ്ട് ആ വട്ടത്തിൽ എഴുതിയിട്ടുള്ള സാധനത്തിന് പകരം നിങ്ങൾ എന്തെഴുതുക? r ഇൻറ്റു ആൽഫ എന്നെഴുതുക. അത് എ ആണ്. a = r ആൽഫ. ഇതാണ് അതിൻ്റെ ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 1 2 3 4 വരി 3 മാർക്ക്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, പഠിച്ചോ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാ, നല്ലൊരു ക്വസ്റ്റ്യൻ, ഒരു നല്ല തിയറി ക്വസ്റ്റ്യൻ ആണ്. എന്താണത്? 6ാമത്തെ ക്വസ്റ്റ്യൻ എ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. ബ്രീഫ്ലി എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് ആദ്യം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 മാർക്കാണ്. എയും ബിയും ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 2ാമത്തെ മൊഡ്യൂൾ അല്ലേ? 2ാമത്തെ മൊഡ്യൂൾ ആയതുകൊണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന സാധനം ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ട, ഇതാ ഇവിടെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന സാധനം മനസ്സിലാവണമെങ്കിൽ ആദ്യം അത് എവിടെയാണ് എന്ന് മനസ്സിലാവണം. അതെവിടെ ഉണ്ടാവുക? അത് റൊട്ടേഷണൽ മോഷൻ അല്ല. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സ്പിൻ ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങുക, സ്പിൻ ചെയ്യുക. അങ്ങനെയുള്ള മോഷനാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ എന്താണ്? ഫാന്, മനസ്സിലായോ? അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്.
അപ്പോൾ ആക്സിസ്, എർത്തിനൊരു ആക്സിസ് ഉണ്ട്, കാണാനൊന്നും പറ്റൂല ഈ വര. ഈ ഫാനിന്റെ കേസിൽ ഈ വര എന്ന് പറഞ്ഞാൽ ആ ഫാനിന്റെ നടുക്കെടുക്കുന്ന കോലാണ്. എർത്തിന്റെ കേസിൽ ആ വര തപ്പിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വര കാണാനൊന്നും പറ്റൂല. അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ഒരു വരയാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആക്സിസ് ഉണ്ട് എന്നുള്ള കണക്കിൽ ഒരു 23.5 ചെരിഞ്ഞുകാണ്ട് എടുക്കുന്ന ഒരു ആക്സിസ് എന്നുള്ള കണക്കിലുള്ള ഒരു വരയാണത്. അത് റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്, അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അവിടെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരുണ്ട്, റൊട്ടേഷണൽ ഇനർഷ്യ. അയാൾ അത്ര ചില്ലറക്കാരനല്ല, അയാൾക്ക് വേറൊരു പേരുണ്ട്, റൊട്ടേഷണൽ ഇനർഷ്യ. എന്താണ് ഈ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റൊട്ടേഷണൽ ഇനർഷ്യ? സാധാരണ ഇനർഷ്യ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സാധാരണ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡി എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നോളും അല്ലേ. ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ മാറ്റാനുള്ള കഴിവില്ല. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ മാറ്റാനുള്ള കഴിവില്ല. ഇതിനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുക, ഇനർഷ്യ എന്ന് വിളിക്കുക. അപ്പൊ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് കറങ്ങാനുള്ള കഴിവില്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള കഴിവില്ല. അതാണ് റൊട്ടേഷണൽ ഇനർഷ്യ. എങ്ങനെയുണ്ട്? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക? റെസിസ്റ്റൻസ് ടു ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. റൊട്ടേഷണൽ മോഷന്റെ ചേഞ്ചുകൾക്ക് ഉണ്ടാവുന്ന റൊട്ടേഷണൽ മോഷന്റെ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെ കൊടുക്കുന്ന ഒരു എതിർപ്പിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചാൽ. അതായത് ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് കറങ്ങാനും കഴിയില്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് നിൽക്കാനും കഴിയില്ല. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അയ്യോ, 7 മാർക്കിന് ചോദിച്ചാണ്, പക്ഷേ A B എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 1 3.5 എന്ന് വിചാരിക്കാം. ഇനി ഡിപ്പെൻസ് ഓൺ എന്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ആരൊക്കെ ആയിട്ടാണ് ബന്ധം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മാസുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൌണ്ട് ദ ആക്സിസ്, അതായത് ഈ ആക്സിസിൽ നിന്ന് ആ മാസ്, ഇവിടെ ഞാൻ ഒരു കുഞ്ഞു കഷ്ണം മാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയണമെങ്കിൽ ആ മാസിനെ എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ആ മാസിനെ ആക്സിസിൽ നിന്ന് കൊണ്ടേ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓറിയന്റേഷൻ ഓഫ് ആക്സിസ് എന്നൊക്കെ വേണേൽ നമുക്ക് എഴുതി വിടാട്ടാ. ആക്സിസ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. ലീനിയർ മോഷനിൽ നമ്മൾ മാസ് പഠിച്ചില്ലേ, അവിടെ നമ്മൾ മാസ് പഠിച്ചപ്പോൾ മാസിനെ ഏതാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം മിക്കവാറും കേസിൽ. പക്ഷേ റൊട്ടേഷണൽ മോഷനിൽ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ആക്സിസ് മാറുന്നതിനനുസരിച്ച് മാറുന്ന സാധനമാണ്. അപ്പം മാസിനനുസരിച്ചും ആക്സിസിനനുസരിച്ചും ഒക്കെ മാറുന്ന സാധനമാണ് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് അല്ല കേട്ടോ. ഇനി ഇതും കൂടി അതിൻ്റെ കൂടെ എഴുതി വെച്ചോ. 3 മാർക്കിനല്ലേ ചോദിച്ചേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതാണ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന്റെ മാസാണ് m, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r, ഇതാണ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താന്നുള്ളത് എഴുതി പഠിച്ചു വെച്ചോ. പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അത് I ആണ്. I = mr² എന്നാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ I = mr² എന്നാണ്. ഓക്കെ, എമ്മിന്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം അല്ലേ. പിന്നെ r എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് അല്ലേ. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റർ സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് പ്രതീക്ഷിച്ചട്ടോ, ഇതൊരു 90% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യനെ പഠിച്ചാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട തിയറികൾ 2 ഉണ്ട്. ഒന്ന് പാരലൽ ആക്സസ് തിയറം, 2 പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. എങ്ങനെ പഠിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. പാരലൽ ആക്സസ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ എന്തൊക്കെയുള്ളത്, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഒരു പ്ലെയിൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. ആ പ്ലെയിനിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലാണ്, G എന്ന് എഴുതിയിട്ടുള്ള ഈ പോയിന്റിലാണ് ഈ വസ്തുവിന്റെ മൊത്തം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈ ബോഡിയുടെ മാസാണ് m. ഇനി ഈ ബോഡിക്ക് ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യനെയാണ് IG എന്ന് വിളിച്ചിട്ടുള്ളത്. വേറൊരു ആക്സിസ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് ഈ AB. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, കറങ്ങാൻ ഉള്ളൊരു പ്രയാസം അല്ലെങ്കിൽ കറക്കം നിർത്താനുള്ളൊരു പ്രയാസം, അതാണ് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ. ആ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങാനുള്ള ഒരു പ്രയാസത്തിനെ ഒരു നമ്പർ ഇട്ട് കാണിച്ചാൽ അതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. അതായത് I = IG + MA² എന്ന് കാണാതെ പഠിച്ചു വെക്കുക. ആരാണ് A എന്ന് പറഞ്ഞാൽ 2 ആക്സിസുകളുടെ ഇടയിലുള്ള, ഈ 2 പാരലൽ ആക്സിസുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റിയാൽ മതി, നിങ്ങൾക്ക് ഈ തിയറി കിട്ടും.
ഈ ഐ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ആക്സിസ് ആണ്. ഐ ഈസ് ദ സം ഓഫ്, കണ്ട ഇവിടെ ഒരു പ്ലസ് കണ്ട, അപ്പോൾ ഈസ് ദ സം ഓഫ്, ഐജിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കുക, സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് എം എ സ്ക്വയറിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കുക. ഈ എം എ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഒരു ഗുണനഫലമല്ലേ, അപ്പം അതുകൊണ്ട് ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് എ സ്ക്വയറിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കുക. പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സസ്, രണ്ട് ആക്സസുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിൻ്റെയും മാസിൻ്റെയും പ്രൊഡക്റ്റിനെ എടുക്കുക. എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് കൂട്ടുക. ഏത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട്? ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് കൂട്ടുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. വായിച്ചു നോക്ക്. എം ഐ എന്നൊന്നും എഴുതരുത്, മീന്ന് വായിക്കും ചെയ്യരുത് കേട്ടോ. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളേ. ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സസ്. ഇത് എഴുതി കൊടുക്കുക, ചിത്രം വരയ്ക്കുക. മനസ്സിലായോ? ഇക്വേഷൻ എന്താട്ടാ? ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത്, രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം എന്ന് പറയുന്ന സാധനമാണ്. അതിനും വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളൊരു പ്ലെയിൻ വരക്കുക. ഒരു പ്ലെയിന്, ഒരു വസ്തു, ഒരു മരക്കഷ്ണം വിചാരിച്ചോ, ഒരു പ്ലെയിന്. ആ പ്ലെയിനിന് 3 ആക്സിസുകൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് എക്സ്, വൈ, സെഡ്. ഈ ആക്സിസുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതായത് 90 ഡിഗ്രിയിൽ കിടക്കുന്ന ആക്സിസുകളാണ് ഇവർ മൂന്നാളും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. എന്നിട്ട് ആ ഇക്വേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. ഐ സെഡ് എന്ന് വെച്ചാൽ അത് ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതായിരിക്കും എന്ന് പഠിക്കുക. ഇതെന്താന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കുക. ഇതെങ്ങനെ മാറ്റുക? ഇതെന്താ? സം ഓഫ്. ഇത് മേലുള്ളതൊന്നും പഠിക്കേണ്ട, നിങ്ങൾ താഴെയുള്ളത് മാത്രം പഠിച്ചാൽ മതി. സം പറഞ്ഞാൽ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ എന്താ വായിക്കേണ്ടത്? സം ഓഫ് എന്നല്ല വായിക്കണ്ടേ? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ്, അതാരാ? അത് ഐ എക്സ്. ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ്, അതാരാ? അത് വൈ വൈ. ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെഡ് ആക്സിസ്. കണ്ട, സെഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏതാ? ഐ സെഡ് അല്ലേ? അപ്പൊ ഐ സെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഐ സെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എക്സിനെയും ഐ വൈനെയും കൂട്ടണം എന്ന് പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബോറടിക്കണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കട്ടാ. എനിക്ക് ബോറടിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. ബോറടിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, മുഴുവൻ കാണണ്ട. ബോറടിക്കുന്നില്ല, ബോറടിയൊക്കെ അവിടെ മാറ്റി വെക്കുക. നമുക്കിത് എങ്ങനെയാലും പാസ്സാവണ്ടേ? ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് നോക്കിയിട്ട് പോവാം. കുറച്ചും കൂടി ഉള്ളൂ. ഏതാത്? 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എറർ ഇൻ മെഷർമെന്റ്? എന്താണ് എറർ? ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഇടയ്ക്ക് വെച്ച് ഒന്നാമത്തെ മൊഡ്യൂൾക്ക് വീണ്ടും അത് ചാടി. മെഷർമെന്റിൽ എറർ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദ്യം. 1ാമത്തെ മൊഡ്യൂളിലേക്ക് തന്നെ പോകാം നമുക്ക്. എന്താണ് മെഷർമെന്റിൽ ഉണ്ടാവുന്ന എറർ? നോക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ. 3 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. എന്താണ് എറർ? എറർ എന്ന് വെച്ചാലേ ഒരു വസ്തു, എവിടെ വസ്തു? ഇതാണ് വസ്തു. ആ വസ്തുവിന് ഒരു ഒറിജിനൽ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഉണ്ടാവും. ആ ട്രൂ വാല്യൂവിനെ ഈ ഒബ്ജക്റ്റിന്റെ ലെങ്ത് ആണ് നമ്മൾ പറയണതെന്ന് വിചാരിക്കും. ആ ലെങ്ത്തിനെ നമുക്ക് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് വിളിക്കാം. ആ ട്രൂ വാല്യൂ ആർക്കാണ് അറിയാം? ഇത് ഉണ്ടാക്കിയ ആൾക്കാണ് അറിയാം. ഉണ്ടാക്കിയ മാനുഫാക്ചറർക്കാണ് അതിൻ്റെ ട്രൂ വാല്യൂ അറിയാം. ഇനി ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് ഒരു സ്കെയിലൊക്കെ വെച്ചിങ്ങാണ്ട് ഞാൻ ഇതിനെ മെഷർ ചെയ്തു. അതിനെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂവിനെ ഞാൻ എന്താ വിളിക്കുക? മെഷേർഡ് വാല്യൂ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂവിനെ എന്താ വിളിക്കുക? ഇതിൻ്റെ ഒറിജിനൽ വാല്യൂവിനെ ട്രൂ വാല്യൂ എന്ന് വിളിക്കും. എനിക്ക് കിട്ടിയ വാല്യൂവിനെ എന്ത് വിളിക്കും? മെഷേർഡ് വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എറർ. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. എന്നിട്ട് ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ട്രൂ വാല്യൂ എടുക്കുക, മൈനസ് കൊടുക്കുക, മെഷേർഡ് വാല്യൂ എഴുതുക. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എറർ കിട്ടും.
എന്താണ് അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എഴുതുക? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. കണ്ട, ട്രൂ വാല്യൂവിൻ്റെയും മെഷേർഡ് വാല്യൂവിൻ്റെയും ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എറർ. ഓക്കെ, ഇനി ഡിസ്കസ് അബൌട്ട് ദ പോസിബിൾ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പൊരു വട്ടം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഡിസ്കസ് അബൌട്ട് ദ പോസിബിൾ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഏതൊക്കെ എററുകളാണ് മെഷർമെൻറ്റിൽ വരിക എന്നുള്ളതാണ്. ഇത് 3 മാർക്കിന് അല്ലെങ്കിൽ 3.5 മാർക്കിനാണ് ചോദ്യം. 3.5 മാർക്കിന് ചോദിക്കുന്നത് കൊണ്ട് വാരി വലിച്ച് 7 മാർക്കിന് എഴുതുന്ന പോലെ എഴുതണ്ട, കുറച്ച് ചുരുക്കി എഴുതിയാൽ മതി. നിങ്ങൾ 1 എന്ന് എഴുതിയിട്ട് എന്തെഴുതുക? സിസ്റ്റമാറ്റിക് എറർ എന്ന് എഴുതുക. 2 എന്ന് എഴുതിയിട്ട് എന്തെഴുതുക? റാൻഡം എറർ എന്ന് എഴുതുക. എന്താണ് സിസ്റ്റമാറ്റിക് എറർ? ഫോളോ സം റൂൾസ്. ചില റൂൾ ഫോളോ ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് എറർ. റാൻഡം എറർ എന്ന് പറഞ്ഞാലോ, ഡ്യൂ ടു അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ അത് റാൻഡം എററിന് കാരണമാകും. എന്നിട്ട് എ എന്ന് എഴുതുക. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് എഴുതുക. എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ഡിസൈൻ, അത്രയും മതി. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്താണെന്ന് മാത്രം എഴുതി വെക്കുക. എക്സാമ്പിൾ ഒന്നും കൂടി എഴുതാൻ പോകണ്ട, ആകെ 3.5 മാർക്കല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ മാത്രം എഴുതി വെക്കുക. മെഷർമെൻറ്റ് യൂസിങ് എ ബ്രോക്കൺ സ്കെയിൽ. പൊട്ടിയ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റുത്തരം കാണിക്കും. അതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. അപ്പോൾ എ എഴുതി കഴിഞ്ഞ് ഇനി ബി എഴുതുക. എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് എഴുതി കൊടുക്കുക. തെറ്റായ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൊണ്ടുണ്ടാവുന്ന എറർ, ഈ വരി മാത്രം എഴുതി കൊടുക്കുക. ഡ്യൂ ടു റോങ് പ്രൊസീജിയേഴ്സ്. തെറ്റായിട്ടുള്ള രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റ് വരും. അത് മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിനല്ലേ, 3.5 മാർക്കല്ലേ ഉള്ളതിന്. പിന്നെ എക്സാമ്പിൾ എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ബൈ പ്ലേസിങ് തെർമോമീറ്റർ അണ്ടർ ആംപിറ്റ്. തെർമോമീറ്ററിനെ കക്ഷത്തിൽ വെച്ച് ടെമ്പറേച്ചർ അളന്നാൽ തെറ്റിപ്പോവും. അതാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് പേഴ്സണൽ എറർ എന്ന് എഴുതുക. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേഴ്സണൽ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന എററാണ്. ഡ്യൂ ടു പേഴ്സണൽ ബയാസ്. ഈ ബയാസ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ആ വേർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് എന്ന് എഴുതിയാലും അത് ശരിയാവും. മിസ്റ്റേക്ക് എന്ന് എഴുതിയാൽ ശരിയല്ല, മിസ്റ്റേക്ക് എന്ന് എഴുതിയാൽ തെറ്റാണ്. പക്ഷേ ഒരാളുടെ തെറ്റ് കാരണം സംഭവിക്കുന്ന എറർ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഡ്യൂ ടു പേഴ്സണൽ ബയാസ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഡ്യൂ ടു പേഴ്സൺസ് കെയർലെസ്നെസ് എന്ന് എഴുതുക. ഒരാളുടെ ശ്രദ്ധയില്ലായ്മ കാരണം ഉണ്ടാവുന്ന എറർ എന്ന് എഴുതുക. എക്സാമ്പിൾ എഴുതുക. ടേക്കിംഗ് റീഡിംഗ് ഓഫ് എ നീഡിൽ ബൈ ഹോൾഡിംഗ് ദ ഹെഡ് ടു ദ റൈറ്റ്. തല കുറച്ച് ചെരിച്ച് പിടിച്ചുകൊണ്ട് റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പേഴ്സണൽ എററിൽ വരും അത് കേട്ടോ. ഈ റാൻഡം എററിനെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതി വെക്കുക. ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ്സ്. ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ്സിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് റാൻഡം എററാണ്. അത്ര എഴുതിയാൽ മതി. റെഡ്യൂസ് ചെയ്യൽ എങ്ങനെയാണ് എന്നുള്ളതൊന്നും നിങ്ങൾ എഴുതാൻ പോകണ്ട കേട്ടോ. 3.5 മാർക്കിനല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ ഇതൊരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഈ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് മാർക്ക് കിട്ടും നമുക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കുറേ നേരത്തെ പണിയില്ല. ഒരു തിയറി പഠിക്കുന്ന മാതിരി അത്ര റിസ്ക് എടുത്ത് പഠിച്ചു പോകണ്ട. പെട്ടെന്ന് പഠിക്കാനും പറ്റും, ആൻസർ വേഗം കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് ഇത്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ പറയുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാവണം, ഇക്വേഷൻ നിങ്ങളുടെ മെമ്മറിയിൽ വേണം, അതെങ്ങനെയാണ് പുട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവണം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം നമുക്ക്. ഡിറ്റർമിൻ ദ ആംഗുലാർ ആക്സലറേഷൻ. ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓഫ് എ വീല്, ഒരു വീല് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചക്രം. ആൻഡ് അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നേടുക എന്നാണ്. അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അതെങ്ങനെ എഴുതുക? 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നിങ്ങനെയാണ് എഴുതുക. 300 RPM എന്നാണ് എഴുതുക. 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഓക്കെ, ഇൻ 60 സെക്കൻഡ്സ്. ഇത് ടൈമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ ഒന്ന് എഴുതിയേക്കലാണ് ആദ്യത്തെ പരിപാടി. ആംഗുലർ ആക്സലറേഷനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്, ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനീഷ്യലായ ആംഗുലാർ വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. ഇനീഷ്യലായ ആംഗുലാർ വെലോസിറ്റിന് ഒമേഗ ആണെന്നാണ് കൊടുക്കുക, അത് 0 ആണെന്ന് കിട്ടും. ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ്, അത് എത്ര സ്പീഡിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സ്പീഡാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അത് കൊണ്ടേക്കാണ്ട് ω2 ആണെന്ന് എഴുതി വെക്കരുത്. RPM-ലാണ് സ്പീഡ് പറയൽ. അപ്പോൾ RPM-ലുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ω2 കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു വെക്കുക നിങ്ങൾ. RPM-ലുള്ള സാധനത്തിനെ റാഡ് പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ RPM-ൽ തരലെന്താ? സ്പീഡാണ്. റാഡ് പെർ സെക്കൻഡിൽ തരലെന്താണ്? ആംഗുലാർ വെലോസിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ
സ്പീഡിനെ ആംഗുലാർ വെലോസിറ്റി ആക്കി മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? RPMലുള്ള സാധനത്തിനെ ഇൻറ്റു 2π/60 ചെയ്താൽ മതി. 2π കൊണ്ട് ഗുണിക്കുക, 60 കൊണ്ട് ഹരിക്കുക. എന്തിനാണെന്നറിയോ? 2π കൊണ്ട് ഗുണിച്ചാൽ അത് എത്ര റേഡിയൻ ആണെന്നുള്ളത് കിട്ടും. ഒരു എത്ര റേഡിയൻ ആണെന്നുള്ളത് കിട്ടാൻ 2π കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇങ്ങനെ ഫുള്ള് വട്ടം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? അത് 360 ഡിഗ്രി അല്ലേ? ആ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയനിലേക്ക് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അത് 2π റേഡിയനാണ്. അപ്പോൾ ഒരു വട്ടം കറങ്ങാൻ എത്ര ആംഗിൾ എടുക്കും? എത്ര ആംഗിൾ ഉണ്ട് ഒരു വട്ടത്തെ കറക്കം എന്ന് പറഞ്ഞാൽ? അത് 2π ആണ്. അങ്ങനെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് ഏകരം? 2 × 2π ഏകരം. 3 വട്ടം എന്ന് പറഞ്ഞാൽ എത്ര ഏകരം? അത് 3 × 2π ആയിരിക്കും. അപ്പോൾ എത്ര റാഡാന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൊട്ടേഷനെ 2π കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായി നിങ്ങൾക്ക്? പെർ മിനിറ്റ് എന്നല്ല ചോദ്യം. ഒരു മിനിറ്റിനെ എങ്ങനെയാണ് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുക? 60 കൊണ്ട് ഗുണിച്ചാലല്ലേ മിനിറ്റ് സെക്കൻഡിൽ മാറുക. അപ്പോൾ പെർ മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പെർ മിനിറ്റ്, ആ മിനിറ്റ് സെക്കൻഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ 60 താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ 2π/60 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെ കിട്ടും? 300 × 2π/60. എന്താ വരിക? ഈ 0 വെട്ടിപ്പോകും. 30/6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 5. നിങ്ങളിങ്ങനെ ചെയ്യണം നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾ നേരെ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാലും മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. 5 × 2π എന്ന് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. 10π എന്നായിരിക്കും ഇവിടെ കിട്ടുക. യൂണിറ്റ് എന്താണ്? rad/s എന്ന് വരും. അതാണ് ω2. ω1 കിട്ടി, ω2 കിട്ടി. ക്വസ്റ്റ്യനിൽ ടൈം പറഞ്ഞിട്ടുമുണ്ട്. എത്രയാണ്? 60 സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൽഫൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. ആൽഫൻ്റെ ഇക്വേഷൻ എന്താ? ആൽഫൻ്റെ ഇക്വേഷൻ? ω2 - ω1/t ആണ് ആൽഫൻ്റെ ഇക്വേഷൻ. ω2 എത്ര കിട്ടിയത്? 10π ആണ് കിട്ടിയത്. 10π മൈനസ് ω1 എത്ര കിട്ടിയത്? ω1 0 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. /t ടൈം എത്ര പറഞ്ഞിട്ടുള്ളത്? 60 ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 10π -0 ഒന്നും കൊടുക്കണ്ടല്ലോ. 10π/60 കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 0.52 എന്നാണ് കിട്ടുക. ആൽഫ ആയതുകൊണ്ട് rad/s² എന്ന് കൊടുക്കണം. ഇതാണ് ആൽഫ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും അതാ ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ എൻജിൻ ഡെവലപ്സ് 20 kW ഓഫ് പവർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് എത്രാമത്തെ മൊഡ്യൂളിലാണ്? 3ാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലേ സിമ്പിളാണ്. ഒരു എൻജിൻ ഡെവലപ്സ് 20 kW ഓഫ് പവർ. അപ്പോൾ പവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ടൈം, എത്ര ടൈമാണെന്നാണ് ആൾക്കാരൻ ചോദ്യം. വിൽ ഇറ്റ് ടേക്ക് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 100 kg. അപ്പോൾ എന്തോ ഒരു മാസ് 100 kg ഉള്ള ഒരു കിൻഡലുള്ള എന്തോ ഒരു സാധനത്തിനെ എടുത്ത് പൊക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയണത്. ടു എ ഹൈറ്റ് ഓഫ് 50 മീറ്റർ. അപ്പോൾ ഹൈറ്റും തന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. ഒന്ന് എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ കിട്ടിയ പാടെ നമ്മളെ ആൻസർ ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. പവർ എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 20 kW ആണ് പവർ പറഞ്ഞിട്ടുള്ളത്. പാടുണ്ടോ? കിലോ വാട്ടിൽ കണക്ക് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അതിനെ മാറ്റണം. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അപ്പോൾ 20 × 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ 10⁻³ അതാണ് 1000. 20 × 1000. അപ്പോൾ 20ഉം കഴിഞ്ഞിട്ട് ഒരു 3 0 ഇട്ട് കൊടുക്കുക. ഇത്രയും വാട്ടാണ് പവർ. അപ്പോൾ പവർ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി. 20 വെച്ച് ചെയ്താൽ ഉത്തരം തെറ്റിപ്പോട്ടോ. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ടി എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വിൽ ഇറ്റ് ടേക്ക് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 100 kg. ഇവിടെ എന്താ പറയണമെന്ന് അറിയോ? ഒരു മാസ്, അതിൻ്റെ മാസ് എത്രയാണ്? 100 kg ആണ് അതിൻ്റെ മാസ്. അതിനെ ഒരു 50 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്താൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. എത്ര സമയമെടുക്കും ഇതിനെന്നാണ് ചോദ്യം. മനസ്സിലായെങ്കിൽ അപ്പോൾ മാസ് ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ് മാസ്? എത്ര? 100 kg. ടു എ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എച്ചല്ലേ കൊടുക്കൽ. എത്രയാണ്? 50 മീറ്റർ. ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ട ടൈമാണ്. നമ്മുടെ കയ്യിൽ 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഏതാണത്? P = W/T എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. മനസ്സിലാവുന്നുണ്ടോ? വർക്ക് ബൈ ടൈം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വർക്ക് തന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു വസ്തു ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്.
ആ ഗ്രൗണ്ട് കിടക്കുന്ന വസ്തുവിൻ്റെ മാസ് എം ആണ്. അതിനെ ഒരു ഹൈറ്റിലേക്ക്, ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് നിങ്ങൾ എടുത്തു പൊക്കി വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ എം എന്ന് പറയുന്ന മാസമുള്ള സാധനത്തിനെ ഒരു എച്ചിലേക്ക് നിങ്ങൾ എടുത്തു വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന് വേണ്ടി വരുന്ന വർക്കിൻ്റെ ഇക്വേഷനാണ് mgh. കാണാതെ പഠിച്ചു വെക്കുക. ഒരു വസ്തുവിനെ എടുത്ത് പൊക്കാനുള്ള വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. W = mgh എന്നാണ് നമ്മുടെ ഇക്വേഷൻ. mgh. എം എത്ര? എം ക്വസ്റ്റ്യനിലുണ്ട് 100 ആണ്. ജി നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം, 9.8 ആണ്. എച്ച് ക്വസ്റ്റ്യനിലുണ്ട് എത്ര? 50 ആണ്. ഇതങ്ങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ W നമുക്ക് കിട്ടും. ഞാൻ ചെയ്ത് വെച്ചതായതുകൊണ്ട് 49,000 ജൂള്, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ് കേട്ടോ. അപ്പം ജൂൾ എന്നുള്ളത് കിട്ടും. അപ്പോൾ 49,000 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പവർ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 20 കിലോവാട്ട്, അതായത് 20,000 വാട്ടാണ് പവർ. വർക്ക് ഇപ്പോൾ നമുക്ക് കിട്ടി എത്രയാണ്? 49,000 ജൂളാണ്. ഡിവൈഡഡ് ബൈ ടൈം. ഇനി ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ടീനാണ് കൊണ്ടുപോവുക, 20,000 ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങനെ വരിക? T = 49,000 49,000 ബൈ 20,000 എന്ന് കൊടുത്താൽ മതി. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും. അപ്പോൾ എത്രയാണ് ബാക്കി ഉണ്ടാവുക? ടി എന്ന് പറഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവുക? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49/20 എന്ന് ബാക്കി ഉണ്ടാവും. ഈ 49/20 ചെയ്താൽ 2.45 സെക്കൻഡ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ടൈം. ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ, എങ്ങനെയുണ്ട് നോക്കിയേ. ഒരു എഞ്ചിൻ 20 കിലോവാട്ട് പവറിനെയാണ് ഡെവലപ്പ് ചെയ്യണത്. എത്ര സമയം എടുക്കും? ഒരു 100 കിലോഗ്രാം മാസുള്ള സാധനത്തിന് ഹൈറ്റ് 50ലേക്ക് എടുത്തു പൊക്കാൻ എന്നാണ് ചോദ്യം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ? ഇതാണ് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. P = W/T ഇതാണ് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ട്ടാ. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അവസാനത്തിലേക്ക് എത്തി നമ്മൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ. ഡിസ്കസ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിൻ്റെ വ്യത്യസ്തമായ മെത്തേഡുകൾ ഏതൊക്കെ വഴിക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്നാണ് ചോദ്യം. എത്രാമത്തെ ക്വസ്റ്റ്യനാണ് അത്? ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് 3ാമത്തെ മൊഡ്യൂളാണ്. അത് ഞാനത് ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചൊരു PDF ഉണ്ട്, അത് ഞാൻ എടുക്കാം. 3ാമത്തെയാണ് കേട്ടോ. ഓക്കെ, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ സെഷനിലാണ് അതുണ്ടാവുക. ഇതാ ഈ ക്വസ്റ്റ്യൻ 7 മാർക്കിന് ഞാൻ അതിങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡിഫറെൻറ്റ് മോഡുകൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തതാണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോഴേ ഇവിടെ ഞാൻ ഒരു ചിത്രം വരക്കാം. ഒരു വിറക് ഇങ്ങനെ കത്തുകയാണ്. ആ വിറക് ഇങ്ങനെ കത്തുന്ന സമയത്ത് അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഒരാളിങ്ങനെ പിടിച്ചു എന്ന് വെക്കുക. വെറുതെ ഒരു രസത്തിന് അയാളിങ്ങനെ പിടിച്ചു. എന്താ ഉണ്ടാവുക? കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ അങ്ങ് പൊള്ളും. എങ്ങനെയാണ് കൈ പൊള്ളിയത്? ഹീറ്റ് എന്ന് പറയുന്ന എനർജി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ചെന്നു. എന്നിട്ട് അയാളുടെ കൈ പൊള്ളിപ്പോയി. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മോളിക്യൂൾസ് ഇതാ ഇങ്ങനെ ഇരിക്കുക. സോളിഡിൻ്റെ കണ്ടക്ടറിൻ്റെ മോളിക്യൂൾസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇങ്ങനെയായിരിക്കും കണ്ടക്ടറിൻ്റെ മോളിക്യൂൾസ് ഇരിക്കുക. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മോളിക്യൂളിൽ നിന്ന് തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് അത് പോവും. അവിടെ നിന്ന് തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് പോവും. അവിടെ നിന്ന് തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് പോവും. ഇങ്ങനെയാണ് സോളിഡിൽ അല്ലെങ്കിൽ മെറ്റലിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഇതിനെയാണ് കണ്ടക്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ്. പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ദ സ്ലോവസ്റ്റ് മോഡ്. അതിനെ വിളിക്കുന്ന എന്താണ്? സ്ലോവസ്റ്റ് മോഡ്, ഏറ്റവും സ്ലോ മോഡാണത്. ഹാപ്പൻസ് ഇൻ സോളിഡ്സ്. അതെവിടെയാണ് സംഭവിക്കുക? സോളിഡിലാണ് സംഭവിക്കുക. ഇനി കണ്ടക്ടേഴ്സ് എന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് എഴുതുക. കണ്ടക്ടേഴ്സ് എന്താ? മെറ്റീരിയൽസ് വിച്ച് കണ്ടക്ട് ഹീറ്റ്. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ആണ് എക്സാമ്പിൾ. മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലിനെ ഇൻസുലേറ്റർ എന്ന് വിളിക്കും. റബ്ബർ, ആസ്ബെറ്റോസ്, ഗ്ലാസ്, പേപ്പർ, ഇതൊക്കെ അതിൽ വരും.
രണ്ടാമത്താണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എവിടെയാണ് സംഭവിക്കുക എന്നുള്ളത് പഠിച്ചു വെക്കുക. എവിടെയാ? ലിക്വിഡിലും ഗ്യാസിലും. ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയോ? ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രത്യേകത അതിലുള്ള മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് അല്ല, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മോളിക്യൂൾസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെള്ളത്തിനെ ചൂടാക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മോളിക്യൂൾസ് ഹീറ്റായിട്ട് മേലേക്ക് പോവും, മൂവ് ചെയ്യും. എന്നിട്ട് അവിടെയുള്ള തണുത്ത മോളിക്യൂൾസ് താഴേക്ക് വരും. എന്താ അവിടെ സംഭവിക്കുക? മോളിക്യൂൾസ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ മോഷനിലൂടെ, മൂവ്മെൻറ്റിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഹീറ്റ് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്നതിനെ, അതായത് ഇവിടെ ഉള്ള സാധനം ഹീറ്റായല്ലോ, എന്നിട്ടത് ഇവിടെ നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുക പറഞ്ഞാൽ ഹീറ്റാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അങ്ങനെയുള്ളതിനെ കൺവെക്ഷൻ എന്ന് വിളിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ഫാസ്റ്റർ ദാൻ കണ്ടക്ഷൻ. അത് കണ്ടക്ഷനേക്കാൾ ഫാസ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ദ സ്ലോവസ്റ്റ് മോഡ് എന്ന് എഴുതുക, അല്ലേ? സ്ലോവസ്റ്റ് മോഡ് എന്ന് ഇവിടെ ഉണ്ട്. ഫാസ്റ്റർ ദാൻ കണ്ടക്ഷൻ, കണ്ടക്ഷനേക്കാൾ സ്പീഡ് ഉള്ളതാണ് കൺവെക്ഷൻ. ഹാപ്പൻസ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. നമ്മൾ പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വിൻഡ് ഈസ് കൺവെക്ഷൻ. ഈ കാറ്റുണ്ടാവുന്നതിൻ്റെ കാരണം കൺവെക്ഷനാണ്. ഇനി രണ്ട് ടൈപ്പ് കൺവെക്ഷൻ ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ നടക്കുകയാണ് ഇവിടെ, പക്ഷേ ഒരു പുറമേ നിന്നൊരു ഫോഴ്സ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് നാച്ചുറൽ കൺവെക്ഷൻ. കൺവെക്ഷൻ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നടക്കുന്ന കൺവെക്ഷനാണ് നാച്ചുറൽ കൺവെക്ഷൻ. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ മോഷൻ ഈസ് ജനറേറ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സോട് കൂടി നടക്കുന്ന കൺവെക്ഷനാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. എക്സാമ്പിൾ, നാച്ചുറൽ കൺവെക്ഷൻ്റെ എക്സാമ്പിൾ, ഹീറ്റിംഗ് എ കെറ്റിൽ ഓഫ് വാട്ടർ വിത്ത് ഫയർ. അത്രേ ഉള്ളൂ. വെള്ളത്തിന് ഒരു പാത്രം വെള്ളത്തിന് നമ്മൾ ചൂടാക്കുക നാച്ചുറൽ കൺവെക്ഷനാണ്. കാരണം എന്താ? പുറമെ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫോഴ്സ് ആ മോളിക്യൂൾസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താണ് എക്സാമ്പിൾ? നാച്ചുറൽ എയർ കറൻസ്. രണ്ടാമത്തെ എക്സാമ്പിളാണ് നാച്ചുറൽ എയർ കറൻസ്. ഒന്നാമത്തത് ഹീറ്റിംഗ് എ കെറ്റിൽ ഓഫ് വാട്ടർ. നാച്ചുറൽ എയർ കറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ കാറ്റ് എന്നാണ് അർത്ഥം. ഇനി ഫോഴ്സ്ഡ് കൺവെക്ഷൻ്റെ കേസ് എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവണം. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് മോളിക്യൂൾസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതെങ്കിൽ അതാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഏതൊക്കെയാണ്? ലിക്വിഡിൻ്റെ കേസിൽ പമ്പാണ്, ഗ്യാസിൻ്റെ കേസിൽ ഫാനാണ്. ഓക്കെ. മൂന്നാമത്തെ ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡാണ് റേഡിയേഷൻ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചിത്രം വരക്കാം. ഇവിടെ സൂര്യനുണ്ട്, സൂര്യൻ ഇവിടെ ഉണ്ട്, ഇവിടെ എർത്ത് നമ്മളെ ഭൂമിയുണ്ട്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂട് വരുന്നത് ഏത് രൂപത്തിലാണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിലാണ്. ഏതാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? ഇൻഫ്രാറെഡ് എന്ന് വിളിക്കുന്ന ആളാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിൽ വരുന്ന ഹീറ്റിനെ നമ്മൾ റേഡിയേഷൻ എന്ന് വിളിക്കും. ഹീറ്റ് തെർമൽ റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ആ ബ്രാക്കറ്റിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച്, വേവ് ലെങ്ത് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്, അതാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എത്ര? 800 നാനോമീറ്റർ മുതൽ 400 മൈക്രോമീറ്റർ വരെയാണ് അതിൻ്റെ വേവ് ലെങ്ത്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് ഒരു മാർക്കിന് വേണേൽ പ്രതീക്ഷിച്ചൂടെ? ഒരു വട്ടം ചോദിച്ചിട്ടെങ്ങാനും ഉണ്ട്. ഏതാണ് ഏറ്റവും സ്പീഡുള്ള? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ഏതാണ്? അത് റേഡിയേഷനാണ് കേട്ടോ. ഇനി എവറി ഹോട്ട് ബോഡി റേഡിയേറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അത് നമ്മൾ കാണാതെ പഠിച്ചേക്കുക. അതായത് ഞാനും നിങ്ങളൊക്കെ നല്ല ചൂടുള്ള ഒബ്ജക്റ്റുകളാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ചൂട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതേത് രൂപത്തിലാണ്? അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ രൂപത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. എല്ലാ ഹോട്ട് ബോഡിയും ഇൻഫ്രാറെഡ് റേഡിയേഷന് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ദേ ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ്. സ്ട്രൈറ്റ് ലൈനായിട്ടേ ട്രാവൽ ചെയ്യുള്ളൂ. 2, സ്പീഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലൈറ്റിൻ്റെ സ്പീഡിന് ഈക്വൽ ആയിരിക്കും. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി നോ മീഡിയം ഈസ് നീഡഡ് ടു ട്രാവൽ. നോ നീഡ് ഓഫ് എ മീഡിയം ടു ട്രാവൽ. അതിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. സൂര്യൻ്റെയും ഭൂമിൻ്റെയും ഇടയിൽ എന്താ ഉള്ളത്? സ്പേസ് അല്ലേ ഉള്ളത്. എന്നിട്ടും അത് ട്രാവൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല ട്രാവൽ ചെയ്യാൻ. ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ സ്പേസിലൂടെ ട്രാവൽ ചെയ്യും. അടുത്ത്, ദേ ഡു നോട്ട് ഹീറ്റ് ദ മീഡിയം ത്രൂ വിച്ച് ദേ ട്രാവൽ. ഏത് മീഡിയത്തിലൂടെയാണോ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനത് ചൂടാക്കൂല. ഇത്രയാണ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ധാരാ 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ 2 ഭാഗമുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ എ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? എക്സ്പ്ലെയിൻ
ദ പ്രോപ്പർട്ടി ഇലാസ്റ്റിസിറ്റി വിത്ത് എക്സാമ്പിൾസ് എന്നാണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത് നാലാമത്തെ മൊഡ്യൂളിൽ ഒന്ന് പോയിട്ട് നോക്കാം. ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത്, ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ പറയാൻ പോണേ. ഇവിടെ വരുന്നുണ്ട് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിൻ്റെ മേലെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ബോഡി ഒന്ന് ഡിഫോംഡായി, ആ ബോഡിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു. നമ്മൾ ആ ഫോഴ്സ് എടുത്ത് മാറ്റിയപ്പോൾ അത് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്കുള്ള സ്വഭാവമാണ് ഇലാസ്റ്റിസിറ്റി. ദ പ്രോപ്പർട്ടി, സ്വഭാവം ഓഫ് എ ബോഡി ടു റിട്ടൈൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കുക ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഒറിജിനൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പഴയ ഷേപ്പ് എന്നാണ്. ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പഴയ ഷേപ്പ് തിരിച്ചു പിടിക്കുന്നതിനെ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ക്വാഡ്സ്, ഫോസ്ഫർ ബ്രോൺസ്, സ്റ്റീല്, ഐവറി. ഐവറി എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് എന്നാണ് കേട്ടോ, ആനക്കൊമ്പ്. ഇതൊക്കെ എന്താണ്? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3 മാർക്ക് നമുക്ക് കിട്ടിക്കോളും. എക്സ്പ്ലെയിൻ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അതും നമുക്ക് നോക്കാം. യങ്സ് മോഡുലസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യങ്സ് മോഡുലസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാം നമുക്ക്. ഇലാസ്റ്റിസിറ്റി ഓഫ് ലെങ്ത് ആണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ആദ്യം എന്താണ് ഈ മോഡുലസ് എന്ന് പറയണ്ടേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ടേംസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണത്? സ്ട്രെസ്സും സ്ട്രെയിനും. ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ളത് ചെയ്താൽ നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. അതാണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനം. എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ലെങ്ത്തിൻ്റെ കേസിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. വൈ ആണ് ലെറ്റർ, ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ലെങ്ത് ആണത് സാധനം. എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താ ഇക്വേഷൻ? എവിടേക്കത് പോണ്? അതിൻ്റെ ഇക്വേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീളത്തിലുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. നീളത്തിൽ. ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. ഇനി എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എഴുതൽ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. സ്ട്രെസ് എപ്പോഴും ഫോഴ്സ് ബൈ ഏരിയ തന്നെ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ഈ എൽ എന്ന് പറഞ്ഞാൽ. എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, നീളത്തിലുള്ള സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടും. അത് എഴുതി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? മേലെ എഫ് ബൈ എ ഉണ്ട്, താഴെ ഡെൽറ്റ എൽ ബൈ എൽ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൽ എഫിൻ്റെ അടുത്തേക്കും പോകും, ഡെൽറ്റ എൽ എൻ്റെ അടുത്തേക്കും പോകും. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷനാണ് എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. അതും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 9 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ടർബുലൻറ്റ് ഫ്ലോയും സ്ട്രീം ലൈൻ ഫ്ലോയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അത് ആൻസർ ചെയ്ത് വെച്ചതുണ്ട്, അത് കാണിച്ചു തരാം. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് രണ്ടും വേർതിരിച്ചെഴുതുക എന്നാണ് കേട്ടോ. രണ്ടിൻ്റെയും വ്യത്യാസം എഴുതുക എന്നാണ് സംഭവം. ഇതാണ് സംഭവം. കണ്ട, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ സ്റ്റഡി ഫ്ലോ ആണത്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ടർബുലൻറ്റ് ഫ്ലോ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അത് സ്റ്റഡി ഫ്ലോ ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ 1 by 1 ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾസ് ഇവിടെ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുക? ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം ഒന്ന്, ഇങ്ങനെയൊക്കെ ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുക. അതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത് എന്താ? സ്പീഡ് ഓഫ് ഫ്ലോ എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റി പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് വെലോസിറ്റി. അതിനേക്കാൾ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ ഫ്ലോ ടർബുലൻ്റ് ആയിരിക്കും. അതിനേക്കാൾ കുറഞ്ഞ വെലോസിറ്റി ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ആയിരിക്കും? അത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിനേക്കാൾ കുറവായിരിക്കും സ്ട്രീം ലൈൻ ഫ്ലോൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഫ്ലൂയിഡ് ലെയർ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. ഇങ്ങനെയായിരിക്കും ഫ്ലൂയിഡ് ഒഴുകുക.
ഇങ്ങനെ ലെയർ ആയിട്ടായിരിക്കും അത് ഒഴുകുക. അങ്ങനെ അതിൻ്റെ ആ ലെയേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യൂല എന്നാണ് പറയുന്നത്. ഒരു ലെയറിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ മേലൊന്ന് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നാലാമത് എന്താ, സ്പീഡ് ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് എ പോയിന്റ് ഈസ് സെയിം. ഇവിടെ നിങ്ങളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്പീഡൊക്കെ സെയിം ആയിരിക്കും. അതാണ് നാലാമത്തെ. ഇനിയിപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. സ്റ്റഡി ഫ്ലോ എന്നുള്ളതിന് പകരം ഇറഗുലർ ഫ്ലോ എന്ന് എഴുതുക. സ്പീഡ് ഓഫ് ഫ്ലോ ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ളതിന് പകരം സ്പീഡ് ഓഫ് ഫ്ലോ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഇവിടെ പ്രിന്റ് മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ളത് എഴുതുക. ഫ്ലൂയിഡ് ലെയേഴ്സ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ എന്നുള്ളതിന് പകരം ഫ്ലൂയിഡ് ലെയേഴ്സ് മേ ക്രോസ് ഈച്ച് അതർ എന്ന് എഴുതാം. സ്പീഡ് ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് എ പോയിന്റ് സെയിം എന്നുള്ളതിന് പകരം സ്പീഡ് ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് എ പോയിന്റ് ഇസ് ഡിഫറെന്റ് എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാ, വാട്ട് ഡു യു മീൻ ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്? അപ്പുറത്ത് നമ്മൾ എഴുതിയതല്ലേ 3 മാർക്കിന് AV = a കോൺസ്റ്റന്റ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയതല്ലേ. സെയിം ക്വസ്റ്റ്യൻ ഇവിടെയും വന്ന്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 വട്ടം ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ച് 6 മാർക്കിന് ഈ സാധനം ചോദിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കത് ആൻസർ ചെയ്യാം. അപ്പോൾ 12 കഴിഞ്ഞ് ഇത് 13 എന്താ, കൺവേർട്ട് ദ ടെമ്പറേച്ചർ 0 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻടു ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കെൽവിൻ സ്കെയിൽ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണിത്. ഇത് ഞാൻ കാൽക്കുലേഷനായിട്ട് ചെയ്ത് കാണിച്ചത് കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ ഇതിപ്പോൾ തീരും. ഒന്ന് പിടിച്ചിരിക്കുക, ഇപ്പം തീരും. ഒറ്റ ക്വസ്റ്റ്യനും കൂടിയുള്ളൂ. കൺവേർട്ട് ദ ടെമ്പറേച്ചർ 0 ഡിഗ്രി ഫാരൻഹീറ്റ്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ? ആ 0 ഡിഗ്രി ഫാരൻഹീറ്റിനെ എന്തിലേക്കാണ് മാറ്റേണ്ടത്? 0 ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്കും മാറ്റണം, കെൽവിനിലേക്കും മാറ്റണം. അതായത് ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്കും മാറ്റണം, ഫാരൻഹീറ്റിനെ കെൽവിനിലേക്കും മാറ്റണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫാരൻഹീറ്റിനെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 7 മാർക്കിന് തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്താ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഒരു ഇക്വേഷനാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടുന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതാണ് ഫാരൻഹീറ്റിനെ എങ്ങനെ സെൽഷ്യസിലേക്ക് മാറ്റും എന്നുള്ള ഇക്വേഷൻ. F = 1.8C + 32 എന്നുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ഇവിടെ ഈ ഇക്വേഷനാണ് നമ്മൾ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനും സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും ഉപയോഗിക്കേണ്ടത്. രണ്ടിനും ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി 0 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്, 0 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. 0 = 1.8C + 32 എന്ന് എഴുതുക. ഈ +32 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താ ഉണ്ടാവുക? അതായത് -32 ആവും. -32 എന്ന് പറഞ്ഞാൽ എത്ര? 1.8C. ഇനി അതിൽ നിന്ന് C കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? ആ സീനെ അവിടെ നിർത്തിയിട്ട് ആ 1.8നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ആരുള്ളത്? -32 ഉണ്ട്. 1.8നാണ് കൊണ്ടുപോയാൽ 1.8 അടിയിൽ വരും, 1.8 താഴെ വരും. -32/1.8 ചെയ്താൽ -17.7 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പോൾ സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കിട്ടി. ഇനി ഫാരൻഹീറ്റിന് കെൽവിനിലേക്ക് മാറ്റാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. പക്ഷെ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യണ്ട. കാരണം എന്താ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സെൽഷ്യസ് കിട്ടിയില്ലേ, ആ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റിയാലും നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടും. അപ്പം അതുകൊണ്ട് ഇതൊരു ട്രിക്കാണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള, വേറെ ഇക്വേഷൻസ് പഠിച്ച് വെക്കാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ കെൽവിനെ സെൽഷ്യസ്ക്ക് മാറ്റാൻ ഇതാണ് ഇക്വേഷൻ. കെൽവിൻ = സെൽഷ്യസിലുള്ളതിൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? കെൽവിനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഷ്യസ് എടുക്കുക. സെൽഷ്യസിൽ മൈനസ് ഉള്ളത് കൊണ്ട് ആ മൈനസ് അതേപോലെ എടുക്കണം കേട്ടോ. -17.7 + 273. ആൻസർ 255.3 എന്നാണ്. 255.7 എന്നാണ്. എന്താണ് വരിക? കെൽവിൻ മനസ്സിലാവുന്നുണ്ടോ? 0.3. ഓക്കെ, ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആൻസർ ചെയ്യാൻ പഠിക്കണം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെയാണിത്? ഇത് 14ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തത്. അത് നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ അവസാനമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇത് 7 മാർക്കിന് ചോദിച്ചതാണ്.
അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒന്ന് അറ്റോമൈസർ ആണ്, രണ്ട് എയർഫോയിലാണ്. അറ്റോമൈസറും ചോദിച്ചിട്ടുണ്ട്, എയർഫോയിലും ചോദിച്ചിട്ടുണ്ട്. അറ്റോമൈസർ എങ്ങനെ ചെയ്യുക? അറ്റോമൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ പഠിച്ചേക്കുക. ഫിഗർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. എന്താ സാധനം? ഒരു സിലിണ്ടറാണ്. ആ സിലിണ്ടറിലേക്ക് ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡ് കണ്ടെയ്നർ, ഒരു പാത്രം ഉള്ളത്. അതിലുള്ളത് എന്താ? അതിൽ ലിക്വിഡാണുള്ളത്. എവിടെ? അതിൽ ലിക്വിഡാണുള്ളത്. ഇനി അതിലേക്ക് എന്താ ഇറക്കിയിട്ടുള്ളത്? ഒരു ട്യൂബാണ് ഇറക്കിയിട്ടുള്ളത്. ഇത്രയാണ് ഫിഗറിലുള്ളത്. ഇനി ഈ സ്പ്രേ പുറത്തേക്ക് പോകുന്ന ഭാഗത്തിനെ നോസിൽ എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. ഈ പിസ്റ്റൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിലൂടെ എയർ പാസ് ചെയ്യും. ആ ട്യൂബിലൂടെയും എയർ പാസ് ചെയ്യും. ട്യൂബിലൂടെ എയർ നല്ല വെലോസിറ്റിയോട് കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ട്യൂബിൻ്റെ ഉള്ളിലുള്ള വെലോസിറ്റി കൂടുതലായിട്ട് മാറും. നിങ്ങൾ ബെർണോളിസ് തിയറത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന്. അതിൻ്റെ അർത്ഥം പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറവായിരിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പ്രഷർ കുറവായിരിക്കും എന്നാണ്. ലിക്വിഡിലുള്ള പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലിക്വിഡിൻ്റെ ഒരു സ്വഭാവം എന്താ? പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകും. അപ്പോൾ ലിക്വിഡ് എന്താ ചെയ്യുക? ഈ ട്യൂബിലൂടെ നേരെ മേലേക്ക് ഒഴുകും. എന്നിട്ട് ആ ലിക്വിഡ് ഇവിടെ വെച്ച് ട്യൂബിൽ വെച്ചിട്ട് എയറുമായിട്ട് മിക്സ് ആവും. മിക്സ് ആയിട്ട് അത് സ്പ്രേ ആയിട്ട് ഇതാ നോസിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതാണ് എൻ്റെ വർക്കിംഗ്. എങ്ങനെയാ അപ്പോൾ അത് പറയാം? വെൻ ദ പിസ്റ്റൺ ഈസ് പ്രസ്ഡ്, എയർ ബ്ലോസ് വിത്ത് എ ലാർജ് വെലോസിറ്റി ത്രൂ ദ ട്യൂബ് ടി. ഓക്കെ, ബൈ ബെർണോളിസ് തിയറം. ബെർണോളി തിയറം പ്രകാരം ലോ പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഇൻസൈഡ് ദ ട്യൂബ്. കണ്ട, ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ലോ പ്രഷർ ഉണ്ടാവും. ഇറ്റ് വിൽ ബി വെരി ലെസ് ദാൻ ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള പ്രഷറിനേക്കാൾ കുറവായിരിക്കും അത്. ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ്, ഈ പ്രഷർ ഡിഫറൻസ് കാരണം ലിക്വിഡ് റൈസസ് അപ്പ് ത്രൂ ദ ട്യൂബ്. ക്ലിയർ ആയോ? അത് ട്യൂബിലൂടെ റൈസ് ചെയ്യും. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് എയർ ഇൻ ദ ട്യൂബ്. അത് എയറുമായിട്ട് മിക്സ് ആവും. ആൻഡ് കംസ് ഔട്ട് ത്രൂ ദ നോസിൽ ആസ് എ ഫൈൻ സ്പ്രേ. അതിങ്ങനെ നോസിലൂടെ ഒരു ഫൈൻ സ്പ്രേ ആയിട്ട് പുറത്തേക്ക് വരും. അടുത്തതാണ് എയർഫോയിൽ. എയർഫോയിൽ എന്ന് വെച്ചാലേ നമ്മുടെ ഇതെന്താ സാധനം അറിയോ? ഇത് വിമാനമാണ്. സ്രാവല്ല, വിമാനം. ഇത് വരക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ പറയലുണ്ട് സ്രാവല്ല, വിമാനം. വിമാനത്തിൻ്റെ ചിറക് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഏത് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക? ആ ഷേപ്പിനെയാണ് എയർഫോയിൽ എന്ന് വിളിക്കുക. ഏതാണത്? എയർഫോയിൽ എന്ന് വിളിക്കുന്ന ഷേപ്പാണത്. ഇനി വിമാനം മുന്നിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ എയർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എയർ ഈ ഷേപ്പിലായിരിക്കും പോവുക. ഇവിടെ എയർ ഇങ്ങനെ ആയിരിക്കും പോവുക. ഈ ഷേപ്പ് കാരണം മേലെ കൂടി പോകുന്ന എയറിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം വെലോസിറ്റി കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. താഴെയുള്ള എയറിന്റെ വെലോസിറ്റി കുറവായിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം വെലോസിറ്റി കുറവാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ താഴെ പ്രഷർ കൂടുതലും മേലെ പ്രഷർ കുറവും. എന്താ സംഭവിക്കുക? താഴെ നിന്ന് മേലേക്ക് ഒരു ലിഫ്റ്റ് കിട്ടൂലേ? താഴെ നിന്ന് മേലേക്ക് ഒരു ലിഫ്റ്റ്, ഒരു പൊക്കൽ, ഒരു തള്ളൽ കിട്ടൂലേ? അത് കാരണം ഈ വിമാനം മേലേക്ക് പൊന്തും. വിശക്കുന്നു. അപ്പോൾ എങ്ങനെ നമ്മളത് എഴുതുക? വിങ് ഓഫ് ആൻ എയർപ്ലെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എയർഫോയിൽ. എയർഫോയിലിൻ്റെ എക്സാമ്പിൾ എയർപ്ലെയിനിൻ്റെ വിങ് ആണ്. ആസ് ദ അപ്പർ സർഫസ് ഈസ് മോർ കർവ്ഡ്. അപ്പർ സർഫസ് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത് കൊണ്ട് സ്പീഡ് ഓഫ് എയർ ഫ്ലോ എബോവ് ദ വിങ് ഈസ് ലാർജർ ദാൻ സ്പീഡ് ഓഫ് എയർ ഫ്ലോ ബിലോ ദ വിങ്. മേലെയുള്ള എയർ ഫ്ലോൻ്റെ സ്പീഡ് കൂടുതലും താഴെയുള്ള എയർ ഫ്ലോൻ്റെ സ്പീഡ് കുറവുമായിരിക്കും. ബൈ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ ഓഫ് എയർ എബോവ് ദ വിങ് ഈസ് ലെസ്. അവിടെ മേലെ പ്രഷർ കുറവ്. ആൻഡ് ദാൻ ദ പ്രഷർ ഓഫ് എയർ ബിലോ ദ വിങ്. വിങ്ങിൻ്റെ താഴെയുള്ള പ്രഷറിന് കൂടുതലും മേലെയുള്ള പ്രഷർ കുറവും. ദിസ് പ്രഷർ ഡിഫറൻസ് ലിഫ്റ്റ് ദ എയർപ്ലെയിൻ. ഈ പ്രഷർ ഡിഫറൻസ് ആണ് എയർപ്ലെയിനെ മേലേക്ക് പൊക്കുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെന്താ ചെയ്തതെന്നറിയോ? നമ്മളിപ്പോൾ ചെയ്തത് നവംബറാണ് നമ്മുടെ എക്സാം നടക്കുന്ന മാസം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന മാസമാണത്. എക്സാം നടക്കൽ ഡിസംബറിലോ അല്ല ജനുവരിയിലൊക്കെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിൽ തന്നെ നടന്നത്. നവംബർ 2022 എന്ന് വിളിക്കുന്ന ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്ലൈഡ് ഫിസിക്സ് 1ൻ്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയുണ്ട്?
കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിസിക്സിൽ നിങ്ങൾ ഒരു സാധനം ഒരു കുന്തം നിങ്ങൾ പഠിക്കാണ്ടാണ് ഇതിൻ്റെ മുന്നിൽ വന്നിരുന്നത് എങ്കിൽ പോലും കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് കൊണ്ട് പറ്റും. കുറേയൊക്കെ തിയറി ഭാഗവും കുറച്ച് ടൈപ്പ് കാൽക്കുലേഷൻ്റെ ഒരു മോഡലും ഒക്കെ നമുക്ക് ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ മോഡലൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആ മോഡൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും കാൽക്കുലേഷനിലൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കുക. തിയറി ചോദിക്കും, ആ തിയറി പഠിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ നിങ്ങളിത് മെച്ചപ്പെടുത്തി എടുത്തോളൂല്ലേ? ഈ ഒരു ലൈവ് കൊണ്ട് നിങ്ങൾക്കുള്ള ഉപകാരം നിങ്ങൾ ഉണ്ടാക്കി എടുത്തോളൂല്ലേ? ആവശ്യമെങ്കിൽ അത് വീണ്ടും വീണ്ടും കാണാം. ഇപ്പോൾ രാവിലെയാണല്ലോ, കുറച്ച് സമയം ഇനിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും കാണുക. ആവശ്യമായ ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുക. വീണ്ടും 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 പഠിച്ച് ഇന്നത്തെ ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചോ. മാത്സിന് നിങ്ങൾക്ക് 3 ദിവസം കിട്ടും. വേണേൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് ബാക്കി 2 ദിവസം ഇരുന്ന് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പാസ്സാവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെയാണ്, നമ്മളെ ലൈവ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബൈ.